മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. ഹ്രസ്വമാണ്, പക്ഷേ സജീവമാണ്, ദൃഢമാണ്. ഈ 5-ാം അധ്യായത്തിൽ 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങളും 3 ദിവസം എനിക്ക് പ്രസംഗിക്കാൻ കിട്ടുമ്പം ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ്. ഈ ട്രിവാൻഡ്രത്തൊക്കെ 3 ദിവസമൊക്കെ എത്തും. അപ്പം 3 ദിവസമായിട്ട് 3 ചോദ്യവും പ്രസംഗം. ഒന്നാമത്തെ ചോദ്യം 9-ാമത്തെ വാക്യം, നിന്റെ പേരെന്ത്? 2-ാമത്തെ ചോദ്യം 30-ാമത്തെ വാക്യമാണ്, എൻ്റെ വസ്ത്രം തൊട്ടത് ആര്? 3-ാമത്തെ ചോദ്യം 39-ലാണ്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? 3 ചോദ്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. 3 പ്രശ്നങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. വ്യത്യസ്തമായ 3 രോഗബാധിതർ, മരണം, ഭൂതം, രോഗം, ഇതെല്ലാം ഈ അധ്യായത്തിലുണ്ട്. ഇങ്ങനെ വിവിധ പ്രശ്നങ്ങളും വിവിധ രോഗങ്ങളും എല്ലാം ഈ അധ്യായത്തിലുണ്ടെങ്കിലും ആവേശം തോന്നുന്നൊരു കാര്യം, പ്രശ്നങ്ങൾ പലതുണ്ടെങ്കിലും പരിഹാരകൻ പലരില്ല, ഒരാളേ ഉള്ളൂ. അവിടെ രോഗം, പിള്ളേർ മുതൽ രോഗം വരാം. ഭൂതം, കുറച്ചും കൂടെ പ്രായം വന്നായിരിക്കും. മരണം സ്വാഭാവികമായ വാർദ്ധക്യത്തിലാണ്. ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഇന്ന് രാത്രിയിൽ കുഞ്ഞുങ്ങൾ മുതൽ യൗവനക്കാർ മുതൽ പ്രായമുള്ളവരുടെ വരെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരു രക്ഷിതാവാണ് കർത്താവായ യേശുക്രിസ്തു. ഭൂതഗ്രസ്തൻ്റെ വർഷം പറഞ്ഞിട്ടില്ല, പക്ഷെ 12 ചിന്തകന്മാർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. മറ്റത് രണ്ടും 12. യായിറോസിൻ്റെ കുഞ്ഞും 12. രക്തസ്രാവം ബാധിച്ച സ്ത്രീയുടെ രോഗത്തിൻ്റെ പഴക്കവും 12. ആദ്യത്തേത് അനുമാനം ശരിയെങ്കിൽ 3 12 ചേർക്കുമ്പോൾ 36 വർഷത്തെ പ്രശ്നം അതിൽ താഴെ പ്രായമുള്ള യേശുവാണ് പരിഹരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുരുടനായ മനുഷ്യനോട് സംസാരിക്കുന്നതാണ് യേശുവിൻ്റെ ഏറ്റവും ലോങ് ആയിട്ടുള്ള ദീർഘമായൊരു സംഭാഷണം. 2-ാം സ്ഥാനത്ത് വരുന്നത് ശമരിയ സ്ത്രീയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗമാണ് ശമരിയ സ്ത്രീ. 3-ാമത് വരുന്ന ഈ കഥാപാത്രമാണ് 20 വാക്യങ്ങളിലൂടെ. യേശുക്രിസ്തു ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ്. അവിടെ ചെല്ലുന്നു. ഭൂതം ബാധിച്ച ഒരാൾ ഓടി വരുന്നു, യേശുവിനെ നമസ്കരിക്കുന്നു, ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നു. ആ സംഭാഷണത്തിനൊടുവിൽ യേശു അവനെ സൗഖ്യമാക്കുന്നു. എല്ലാം കഴിഞ്ഞ് യേശു തിരികെ പോരാൻ നേരത്ത് അവൻ ചോദിച്ചു, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അതാണ്. അങ്ങോട്ട് വരും. യേശു പറഞ്ഞു, എൻ്റെ കൂടെ വരണ്ട, നീ നിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവൻ വീട്ടിലോട്ട് പോയില്ല, ദക്കപ്പുലി നാട്ടിലോട്ട് പോയി. അവൻ അവിടെ കർത്താവിൻ്റെ വചനം അറിയിച്ചുകൊണ്ട് സന്തോഷിച്ചും കൊണ്ട് നടക്കുകയാണ്. ഘോഷിച്ചു തുടങ്ങിയെന്നാണ്. 5-ാം അധ്യായം ആരംഭിക്കുന്നത് അവൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് യേശു അങ്ങോട്ട് ചെല്ലുന്നതാണ്. ആ ഭാഗം അവസാനിക്കുന്നത് അവൻ്റെ കരച്ചിൽ മാറിയെന്ന് മാത്രമല്ല, അവൻ ഘോഷിച്ചുകൊണ്ട് പോകുന്നതാണ്. ഈ യോഗത്തിൽ എങ്ങനെയും വരട്ടെ, ഏത് സങ്കടങ്ങളുമായിട്ട് വരട്ടെ, ഇന്ന് രാത്രി യോഗം തീരുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങൾ സന്തോഷത്തിന് വഴിമാറും എന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, നിന്റെ പേരെന്ത്? ഇങ്ങനെയാണ്. ഈ വാക്യം വായിച്ചു കഴിഞ്ഞ് ഒരാളും സ്തോത്രം പറയുന്നത് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ആ വാക്യം വായിച്ചു കഴിഞ്ഞ് വന്നത് അബദ്ധമായി പോയി എന്നാണ് ആളുകൾ തോന്നാറുള്ളത്. കാരണം 35-ലേറെ അത്ഭുതങ്ങൾ 6-ൽ അധികം സ്ഥലങ്ങളിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. വീട്ടിലും ശവക്കോട്ടയിലും പള്ളിയിലും കടലിലും കരയിലും വഴിയിലുമായി 6 സ്ഥലങ്ങളിൽ 35-ലേറെ അത്ഭുതങ്ങൾ. കുറച്ച് ഡീസൻ്റുള്ള ഒരുപാട് അത്ഭുതങ്ങൾ അതിനകത്തുണ്ട്. കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം രക്തസ്രാവക്കാരുടെ രോഗമായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു, കർത്താവ് ഇന്ന് രാത്രി രോഗം മാറ്റും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു വല്ലാത്ത മുഖത്തോടെ എന്നെ നോക്കുന്നത്, എൻ്റെ പാസ്റ്ററെ കഷ്ടപ്പാടിനൊരു കുറവുമില്ല. ഇങ്ങനെ യോഗം നടത്തിയിട്ട് പാസ്റ്റർ ഈ യോഗത്തിൻ്റെ സമാപന രാത്രി കൊണ്ടുവന്ന് ഈ ഭ്രാന്തനെ അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ആർക്കാ ഭ്രാന്ത് എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്കാർക്കും അങ്ങനെ കുഴപ്പമില്ല എന്നാണ് ചിന്തിക്കുന്നത്.
ഭ്രാന്തുള്ളവരാരും സമ്മതിക്കാറില്ലല്ലോ. എന്തായിരുന്നാലും അതുകൊണ്ട് ഈ ആൾ നമ്മളുമായിട്ട് ബന്ധമില്ലെന്നുള്ള നിങ്ങളുടെ ആ മുഖഭാവം ഞാൻ ശ്രദ്ധിക്കുന്നുകൊണ്ട് ആദ്യം തന്നെ ആ വലിഞ്ഞു മുറുകിയ ആ ഞരമ്പൊന്ന് പൊട്ടിച്ചിട്ട് വേണം എനിക്ക് ഈ വിഷയത്തിലേക്കൊന്ന് കയറാൻ. അപ്പോൾ നല്ല പാട്ടുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിലൊക്കെ എനിക്ക് ഈ ജോസ് പത്തനാപുരം എല്ലാ പാട്ടിലും ഞാൻ ആദ്യം വരും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈയിടെ എനിക്കതൊരു വികാരമായിട്ട് മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഒരുപാടിങ്ങനെ റിസർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കാനിടയായി. യേശുദാസ് ബ്രദർ കീബോർഡ് എൻ്റെ ഇവിടുത്തെ കേരളത്തിലെ നമ്പർ 1 കീബോർഡിസ്റ്റുകളിൽ ഒരാളാണെന്നാണ് ഞാൻ പറയാറുള്ളത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ കീബോർഡിലേക്കാണോ പ്രസവിച്ചിട്ടത് എന്ന് തോന്നുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ കൈവിരലുകളിൽ വിദ്യാഭ്യാസം വരുത്തുന്നത്. ഇവിടെ മറ്റൊരു അത്ഭുതം കൂടെ കണ്ടു. ഇടയ്ക്ക് ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ പുള്ളി മൈക്കെടുത്തുകൊണ്ട് പാടാൻ നിൽക്കുന്നു. അപ്പോൾ കീബോർഡിസ്റ്റുകാരെല്ലാം പാടുമെന്നറിയാമെങ്കിലും അങ്ങനെ ഒരു സംഭവം കൂടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം സകല മേഖലകളിലും കഴിവുകൾ തെളിയിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആണ് എന്നെ ഈ മീറ്റിങ്ങിന് ആദ്യം മുതൽ വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് ഈ മനുഷ്യൻ്റെ അസുഖത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് കേട്ടോ ചിന്തിക്കുന്നത്. നമ്മളുമായിട്ട് ഞാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വല്ല ബന്ധമുണ്ടോ എന്നാണ് ചിന്തിക്കുന്നത്. ആദ്യം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അവർ പറയുന്നത് ലോകത്തിൽ മനുഷ്യനായിട്ട് പിറന്ന എല്ലാ ആളുകൾക്കും 10% അൺനോർമൽ അവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. അൺനോർമൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നൂല. തനി മലയാളം പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട്. 10% ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ടെന്നാണ്. അത് എല്ലായ്പ്പോഴൊന്നും വെളിപ്പെട്ടു വരില്ല. വികാരവും വിവേകവും ഒരു മനുഷ്യനിൽ ഒരേ സമയത്തുണ്ട്, പക്ഷേ വർക്കൗട്ട് ചെയ്യില്ല. ആദ്യം പ്രവർത്തിക്കുന്നത് വികാരമാണ്, അതിനുശേഷം മാത്രമേ വിചാരം പ്രവർത്തിക്കുകയുള്ളൂ. എൻ്റെ അപ്പൻ ഭയങ്കര കള്ളുകുടിയനായിരുന്നു. ഈ പ്രസംഗം എൻ്റെ പ്രസംഗമാണ്, എൻ്റെ അപ്പൻ്റെ പ്രസംഗമാണ്. അപ്പനും മകനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രസംഗമാണ് ഈ പ്രസംഗം. അതുകൊണ്ട് ഞാൻ വളരെ ആത്മഭാരത്തോടെയാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. കാരണം ഇതിനകത്ത് എന്താണോ പറയുന്നത് അതാണ് ഞാൻ, അതാണ് എൻ്റെ അപ്പൻ. അപ്പോൾ അത്രയും ഒരു അനുഭവം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അപ്പൻ ഭയങ്കര കള്ളുകുടിയനായിരുന്നു. അപ്പൻ വൈകിട്ട് വീട്ടിൽ വന്നാൽ പിന്നെ ഭയങ്കര ബഹളമാണ്. അങ്ങനെയാണല്ലോ. അപ്പൻ തന്നെ പിന്നീട് രക്ഷിക്കപ്പെട്ട് പാസ്സായ ശേഷം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കള്ളുകുടിയന്മാരെ കുറിച്ച് വചനമുണ്ടെന്ന്. ഞാൻ പറഞ്ഞ അവിടെ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അപ്പോൾ രാത്രിയിൽ വന്ന് ഭയങ്കര ബഹളമാണ്. അമ്മയൊക്കെ എടുത്തെറിയും. അറിയാമല്ലോ കള്ളുകുടിയൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ ഓരോ മൂലയ്ക്ക് പേടിച്ചു കണ്ടിരിക്കും. ഒരു മുറിയേ ഉള്ളൂ, ചെറിയൊരു വീട്ടിലാണ്. വലിയ സൗകര്യങ്ങളുള്ളിടത്താണ് ജനിച്ചത്. കുറച്ച് വിതയ്ക്കാനും പിന്നെ തെങ്ങിൻ തോട്ടം, അടയ്ക്കാമരത്തോട്ടമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പൻ മരിച്ച ശേഷം ഉടനെ എല്ലാം വിറ്റ് ഒരു പുറമ്പോക്കിൽ റോഡ് സൈഡിൽ പാറ ബെൽറ്റ് അളന്നപ്പോൾ പാറയായത് ഇട്ടേച്ചു പോയ ഒരു പുറമ്പോക്കിലാണ് എൻ്റെ 4ാം ക്ലാസ് മുതൽ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്പൻ എല്ലാം തല്ലി തകർത്ത് ഭയങ്കര ബഹളമാണ്. നേരം വെളുത്ത് എല്ലാം ശാന്തമായി. ഈ കള്ളുടിയന്മാർ ഉറങ്ങുമ്പോഴും നേരം വെളുക്കുമ്പോഴും നല്ല ആളുകളാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരം വെളുത്ത് അങ്ങനെ അപ്പൻ ഉദയസൂര്യനെ നോക്കിക്കൊണ്ട് കുറ്റിപീടി വലിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അപ്പൻ ചായ ചോദിക്കുന്ന രംഗമുണ്ട്. ഞങ്ങളൊക്കെ പേടിച്ച് ഇങ്ങനെ അരണ്ടിരിക്കുകയാണ്, പറ്റൊക്കെ ഇറങ്ങിക്കാണും. അപ്പം അമ്മ വരുമ്പോൾ ഈ പൊട്ടിയ ചട്ടിക്കകത്താണ് ചായ കൊടുക്കുന്നത്. അപ്പം അപ്പൻ ചോദിക്കും, പൊട്ടാത്തതൊന്നും ഇല്ലയോടി എന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും, എല്ലാം തകർത്തില്ലേ ഇന്നലെ രാത്രി, സാരമില്ല, എല്ലാം ഉച്ച കഴിഞ്ഞ് മേടിച്ചുകൊണ്ട് വരാം. അന്നത്തെ കള്ളുടിമാരെന്നൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം 4 ചട്ടിയും കാലമൊക്കെ ആയിട്ടാണ് വരുന്നത്, കാരണം പൊട്ടിക്കാനായി കൊണ്ടുവരുന്നത്. അങ്ങനെ വരുന്നേ. അപ്പോൾ ഈ വളരെ വിനയാന്വിതനായി അപ്പൻ മറുപടി പറയുമ്പോൾ അമ്മ ഝാൻസി റാണിയുടെ പവറിലേക്ക് എത്തും. അപ്പം അമ്മ പറയും, ഓ എന്നോ വിനയോ. അടുത്ത പദം ശ്രദ്ധിച്ചോളാം അമ്മമാർ. ഇന്നലെ രാത്രി എന്നാ നിങ്ങൾക്ക് ഭ്രാന്തായിരുന്നോ എന്ന് ചോദിക്കും. അതൊരു സത്യമാണ്. അപ്പോൾ എല്ലാ ആളുകളുടെ ഉള്ളിൽ ഈ സംഭവം, കോപം, എന്ത് കാര്യം അങ്ങനെയാണ് കേട്ടോ. കോപം മുഴുത്താൽ എന്താവും? ഭ്രാന്താവും.
ഏത് വികാരവും കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. ചിരി, കരച്ചിൽ ഒക്കെ ഒരു വികാരമാണ്. ഞാൻ എന്നാ പറഞ്ഞിട്ട് നിങ്ങൾ ചിരിക്കുന്നില്ലെങ്കിൽ അതൊരു കുഴപ്പമാണ്. കാരണം ചിരിക്കാത്ത ഒരാളുടെ മുഖവും മൃഗത്തിൻ്റെ മുഖവും ഒരുപോലെ ഇരിക്കുമെന്ന് ചിന്തകന്മാർ പറയാറുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു സെൽഫി എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ചെന്ന് പട്ടിയോ പൂച്ചയോ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ മതി, നാളെ വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പോൾ അതൊരു കുഴപ്പമാണ്. അപ്പോൾ ഒരാൾ നിർത്താതെ ചിരിച്ചാലോ അത് അതിലേറെ പ്രശ്നമാണ്. ഏത് വികാരവും ഒരു കൺട്രോളിൽ വേണം പോകാം. ആത്മീയത പോലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. ആത്മീയത പോലും അതിരുകൾ വിട്ടാൽ വലിയ പ്രശ്നമാകും. അല്ലെങ്കിൽ തന്നെ ബൈബിൾ പറയുന്നത് ആത്മപൂർണ്ണൻ ഭ്രാന്തനാണെന്നാണ് പറയുന്നത്, ഇല്ലേ? നമുക്കൊക്കെ നമ്മളെ നാട്ടുകാർ വിളിക്കുന്ന പേരെന്തുവാ? നമ്മളെ ഊളന്മാർ, വട്ടന്മാർ. എൻ്റെ അപ്പനൊക്കെ എന്നെ വിളിച്ചിരുന്ന ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട ഭ്രാന്തന്മാരെന്നാണ് വിളിക്കുന്നത്. ഞാൻ ആരംഭത്തിലൊക്കെ ഈ സഭയിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഭ്രാന്താന്ന്. കാരണം ഇരിക്കുന്നവർക്കൊക്കെ ഈ പെന്തിക്കോസ്തുകാർ ഇരിക്കുന്നത് ഒരു ആട്ടമുണ്ട്, കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അരവട്ടുണ്ട്, ഒരു സ്ക്രൂ ഇളകിയിട്ടുണ്ടെന്ന്. പിന്നെ ഈ സഭായം കഴിയുമ്പോഴേക്കും മൊത്തം ഇളകിക്കോളും എന്നാണ് അന്നത്തെ എൻ്റെ ഒരു വിചാരം. ശരിയാണ്, ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില സഭായത്തിനൊക്കെ ഇരിക്കുന്നവരിങ്ങനെ വെറുതെ ഇങ്ങനെ ആടുന്ന് കാണാം. അപ്പം ഇത് കണ്ടുകൊണ്ട് നാട്ടിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ, അത് നിങ്ങൾ വിചാരിക്കുന്ന കുഴപ്പമല്ല. ഏതായിരുന്നാലും മുന്നോട്ട് പോവാം. അപ്പോൾ 10% നമുക്കൊക്കെ എന്തുണ്ട്? കുഴപ്പമുണ്ട്. 10% കുഴപ്പമുള്ളവരെ ഭ്രാന്തനൊന്നും വിളിക്കാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 10 കുറഞ്ഞവരെ കാണുമ്പോൾ പറയും പുള്ളിക്ക് 10 കുറവാന്നാണ് തോന്നുന്നത്. ചിലരെ കാണുമ്പോൾ പറയും ഇങ്ങൾക്ക് 10 ഉള്ളെന്ന. അത് കുഴപ്പമാണ്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഭ്രാന്തൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് പറയാം. ഇവിടുത്തെ ലക്ഷണം മർക്കോസ് 6, ലൂക്കോസ് രണ്ടും കൂടെ ചേർത്തുള്ള ലക്ഷണം പറയാം. 1, ഇവൻ ആരോടൊന്നില്ലാതെ ഉറക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൻ്റെ സംസാരം എന്താണെന്ന് എനിക്കറിയില്ല. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ ആയിരിക്കും. അപ്പം ആരോടൊന്നില്ലാതെ ഉറക്കെ സംസാരിച്ച് നടക്കുന്നത് എന്തിൻ്റെ ലക്ഷണമാണ്? ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. ഒന്നും സംസാരിക്കാതിരിക്കുന്നതും ഭ്രാന്തിൻ്റെ ലക്ഷണമാണ് കേട്ടോ. അതിമൗനം ഭ്രാന്തി ലക്ഷണമുണ്ട്. അപ്പോൾ ഈ ഒരുപാട് സംസാരിക്കുന്ന, അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മൊബൈൽ നമ്മുടെ ജനസംഖ്യയുടെ അത്രയായെന്നാണ് എനിക്ക് തോന്നുന്നത്. റോഡിൽ കൂടെ പോകുന്ന ഒരാളെപ്പോലും നമുക്കൊന്നും പറയാൻ പറ്റാത്ത വിധം എൻ്റെ ചെവിയിലൊക്കെ ഏതാണ്ട് സാധനമൊക്കെ വെച്ചടച്ച് പിള്ളേരൊക്കെ നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 ചെവി അടച്ച് വെച്ചിരിക്കുക. സത്യം പറഞ്ഞു, നിങ്ങൾക്ക് ഈ ചെവിയുടെ ഇതൊക്കെ അറിയാമല്ലേ? ശബ്ദതരങ്ങൾ തടുത്ത് നിർത്തി അകത്തോട്ട് കയറ്റി വിടാനാണ് ഇങ്ങനെ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അവർ ഒന്നും കയറ്റുകയില്ലെന്നും പറഞ്ഞ് എല്ലാം കൂടെ അടച്ചു പിടിച്ചാണ് പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് പോയാലും 35-40 വയസ്സാകുമ്പോഴേക്കും പിന്നെ ഒന്നും കേൾക്കാതാവും കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതാണ്. ഇനി പിള്ളേരങ്ങനെ, അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം ഹോണടിച്ചാൽ കേൾക്കുമോ? റൂട്ട്സിൻ്റെ ഹോണടിച്ചാൽ കേൾക്കുമോ? ഇല്ല. ഒരു കൊച്ചിനെ നമ്മൾ വഴി ചോദിച്ചാൽ പോലും 3 പ്രാവശ്യം ചോദിക്കുമ്പോഴാണ് ഒരെണ്ണം എടുത്തും എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്നു. ഞാൻ അതിനകത്ത് പറയുന്നൊരു കാര്യം, ഇഷ്ടിയുടെ വലിപ്പമുള്ള മൊബൈലൊക്കെ വെച്ച് ഇങ്ങനെ ബാറ്ററി തീരുന്നവരെയും ഫോൺ ചൂടാകുന്നവരെയൊക്കെ വർത്തമാനം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ഹൃദയം ചൂടാകുന്നവരെ ദൈവത്തോട് ഒരിക്കൽ പോലും നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്. അതാ പറയാനാണ് ഞാൻ ആ ഭാഗത്തേക്ക് വന്നത്. ഇനി അടുത്ത കാര്യം കേൾക്കണോ? അവിടെ വായിക്കുന്നുണ്ട്, ഇവനെ ആർക്കും ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ഭ്രാന്തൻ്റെ അടുത്ത ലക്ഷണം. അപ്പോൾ ചില ആളുകളെ ഒതുക്കാൻ കഴിയില്ല. ചില പറയാറുണ്ട്, എന്നെ ആരും ഉപദേശിക്കണ്ട, എന്നെ ആരും അങ്ങനെ കീഴമർത്താമെന്ന് വിചാരിക്കൊന്നും വേണ്ട, ഞാൻ ആർക്കും അങ്ങനെ വഴിപ്പെടുന്ന ആളുകളില്ല. മസിൽ പവറും മണി പവറും ഒക്കെ ആളുകൾക്കുണ്ട്. എൻ്റെ അപ്പനൊക്കെ അതിൽ പെട്ടതായിരുന്നു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, എന്നെ ആർക്കും ഒതുക്കാൻ കഴിയില്ല എന്നൊരു ആൾ പറഞ്ഞാൽ അത്ര മിടുക്കനാണ്, ഇരട്ടച്ചങ്കനാണ് എന്നൊന്നുമല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അവൻ്റെ സ്ക്രൂ ഇളകിയെന്നാണ് വിചാരിക്കേണ്ടത്. നമുക്കൊരു വലിപ്പം തോന്നേണ്ട കാര്യം എന്നാണെന്നറിയാമോ? നീ വലിയവനെ കാണാത്തത് കൊണ്ടാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പറഞ്ഞ ആ യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാൻ കുറയണം, നീ വളരണം. നമ്മൾ കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെറുതാവും. നമ്മൾ ചെറുതാകാത്തത് ഇതുവരെ കാണേണ്ടവനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. മറ്റൊരു തെളിവ് അറിയാമോ? അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നറിയാമോ? ഇവന് വസ്ത്രം ഉണ്ടായിരുന്നില്ല. തെളിവെന്താ? സുബോധം വന്നപ്പോൾ അവൻ എന്തോ ധരിച്ചു? വസ്ത്രം ധരിച്ചു. വസ്ത്രമില്ലായ്മ എന്നതിൻ്റെ ലക്ഷണമാണ് ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്.
ചില ആളുകളൊക്കെ ഈ വസ്ത്രത്തിൻ്റെ നീളം കുറഞ്ഞു വരികയാണ്. നഗ്നത മറയ്ക്കാനാണ്, പക്ഷേ നഗ്നത പ്രദർശിപ്പിക്കാനാണ് ഇപ്പോൾ ആളുകളൊക്കെ വസ്ത്രം ധരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ വസ്ത്രത്തിൻ്റെ ഒരു അലംഭാവം കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? കൊച്ചിൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്ന കാര്യം എന്താ? എടുത്തു കഴിഞ്ഞ തുണിയുടെ അവസാനം വന്ന 20 സെൻറ്റിമീറ്റർ റിഡക്ഷൻ സ്റ്റൈലിൽ മാനേജരോട് വിലപേശി വാങ്ങിയ തുണി കൊണ്ടടിച്ച ഷർട്ടോ പാൻറ്റോ ചുരിദാറോ ആണെന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന് ഒരു 1-2 സ്ക്രൂ കൂടെ ഇളകാനുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർത്തിരിക്കണം, നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ എന്തോ മനസ്സിലാക്കണം, നമുക്ക് എന്തുണ്ട്? ചെറിയ കുഴപ്പമുണ്ടെന്നാണ്. ഇപ്പം നമുക്ക് ആ പുള്ളിയും നമ്മളും തമ്മിൽ ഒരു ഫസ്റ്റ് കസിനാണെന്ന് തോന്നുന്നുണ്ട്. ഇനി ഞാൻ ബാക്കി പറയുന്നില്ല, കാരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഞാൻ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോയി എങ്ങനെ എഴുന്നേറ്റ് പോയാലോ എന്ന് കരുതി അത് ഞാൻ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബന്ധമുണ്ടെന്ന് റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ശരി, നമുക്ക് ഇനി അവിടെ സാത്താനെക്കുറിച്ച്, പിശാചിനെക്കുറിച്ച്, ഭൂതത്തെക്കുറിച്ച് 1-2 കാര്യം പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഈ യേശുവിനെ ഈ ഭൂതഗ്രസ്തൻ കാണുന്ന സമയത്ത് നമ്മൾ ഇവനെ കണ്ടുപഠിക്കണം കേട്ടോ. ആരെ കണ്ടുപഠിക്കണം? പറ, ആരെ കണ്ടുപഠിക്കണം? ഈ ഭൂതത്തെയൊക്കെ കണ്ട് നമ്മൾ തിയോളജിയിൽ എൻ്റെ മാത്യുലാസർ പാസ്റ്റൊക്കെ ഇരിക്കുന്നത്, തിയോളജിയിൽ ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ രഹസ്യമായിട്ട് എൻ്റെ ചെവി പറഞ്ഞ് ശാസിച്ചു വിടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവനെയും കണ്ട് ചില കാര്യങ്ങൾ പഠിക്കണമെന്നാണ് ഞാനൊക്കെ പറയുന്നത്. ആരെ കണ്ട്? പിശാചിനെ കണ്ട്. എന്തോ പഠിക്കാനുള്ളത്? ഒന്ന് ഇവന് ഉറക്കമില്ല. ഇവന് ഉറക്കമുണ്ടോ? ഇല്ല. നമുക്കോ? അതേ ഉള്ളൂ, നമ്മൾ ഉണരുന്നില്ല. 6 മണിക്ക് യോഗത്തിന് വന്നിരുന്നല്ല, അന്നേരം പോലെ ഉറക്കമാണ്. പിന്നെ ഈ ഉറങ്ങുന്നവരെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എൻ്റെ നിർഭയം. അപ്പം സമാധാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ എന്തുണ്ട്? ഉണ്ട്. വീട്ടിൽ എന്തില്ല? അതുകൊണ്ട് സമാധാനമായിട്ട് ആളുകൾ ഉറങ്ങട്ടെ. അപ്പം അവന് ഉറക്കമില്ല. 2, അവന് വിശ്രമമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? അവന് വിശ്രമമില്ല. ആരെ വിഴുങ്ങേണ്ടെന്ന് കരുതി? നമുക്ക് പ്രവൃത്തി ദിവസങ്ങളില്ല, മൊത്തം വിശ്രമം. അതാ, അവന് വിശ്രമമില്ല. അവൻ്റെ യൂണിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ പഠിക്കേണ്ട കാര്യം. ഇവൻ്റെ അകത്ത് എത്ര ഭൂതമുണ്ടെന്നറിയാമോ? 6000. റോമൻ ബറ്റാലിയന് കണക്കാണ്. 6000 ഭൂതങ്ങൾ എന്ന് പറയുമ്പം നെറ്റ്വർക്ക് നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ നെറ്റ്വർക്ക് ഇല്ലേ? ഒരാൾ 2000 രൂപ കൊടുത്ത ഒരാളെ ചേർക്കുക, അപ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. ആ ആൾ പോയി 2 പേരെ ചേർക്കുക, അപ്പോൾ അതിൻ്റെ കമ്മീഷൻ അവിടെ വരും. അങ്ങനെ നെറ്റ്വർക്ക് തന്നെ പോകുന്നില്ല. ഇത് ആര് കണ്ടുപിടിച്ചതാ? ഈ പുള്ളി കണ്ടുപിടിച്ചതാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവൻ്റെ അകത്തോട്ടൊരു ഭൂതം വന്ന് കയറിയപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നു. അവന് ആത്മഭാരം കയറിയിട്ട് അവൻ അവിടെ നിന്ന് പോയി. നമുക്കില്ലാത്തൊരു സാധനമാണ് കേട്ടോ. അവൻ പോയി എത്ര പേരെ കൊണ്ടുവന്നു? അതിനൊക്കെ പഠിച്ചവര് പറ, 7 പേര്. അങ്ങനല്ലേ? അവൻ പോയി 7 പേരെ കൊണ്ടുവന്നു. 7 പേരെ കൊണ്ടുവന്നപ്പോൾ അവരും പറഞ്ഞു പിന്നെ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നു. അപ്പം 7 പേര് പോയിട്ട് എത്ര പേരെ കൊണ്ടുവന്നു? 7 49 പേരെ കൊണ്ടുവന്നു. അങ്ങനെ അവർ ഹാർഡ് വർക്കാണ്. നിസ്സാര ദിവസം കൊണ്ട് ഹൗസ്ഫുള്ളായി. അപ്പോൾ ഒരു ബോർഡ് വെച്ചു, ഹൗസ്ഫുൾ, ഇനി ഇവിടെ സ്ഥലമില്ല. നമ്മൾ ആരെ കണ്ടുപഠിക്കണം? ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിലും പറഞ്ഞോ, ആരെ കണ്ടുപഠിക്കണം? ഇവനെ കണ്ടുപഠിക്കണം. നമ്മളൊരു സഭായോഗത്തിൽ ആരാധന കഴിഞ്ഞ് പോയിട്ട് പിറ്റത്തെ ആഴ്ചയിൽ 7 പേരെ കൊണ്ടുവരാറുണ്ടോ? വരണം. മിണ്ടുന്നില്ല. എന്നാ ശരി, ഒന്നിനെയും കൊണ്ടുവരണ്ട, നിങ്ങളെങ്കിലും അടുത്ത ഞായറാഴ്ച ഇങ്ങ് വന്നേച്ചാൽ മതി. നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. പാസ്റ്റർമാരൊക്കെ ഇവിടെ മേശയുടെ ഇങ്ങനെ കയ്യും കാലൊക്കെ നോക്കി നിൽക്കുക, ആളുകൾ വരുന്നുണ്ടോ നോക്കി. വേണ്ട, ഒരു പാട്ടും കൂടെ പാടുന്ന കാര്യം. ആള് വരാത്തതുകൊണ്ട് ആള് വരാൻ വേണ്ടിയിട്ട് പാടുന്ന പാട്ടൊന്നുമല്ല ശുശ്രൂഷ കേട്ടോ. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും, സംഗീത ശുശ്രൂഷ ദൈവത്തിൻ്റെ വരദാനമാണ്. ആള് വരാനൊന്നും പാടുന്നൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ അറിയാൻ മേലാത്തതുകൊണ്ട് 8 മണിക്കാ തുടങ്ങുമെന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. 6 മണിക്കാണ് യോഗം തുടങ്ങുന്നത്. അന്നേരം വരണം. 2 3 പേർ കൂടി വരുമ്പോൾ അവിടെ ആരുണ്ട്? അപ്പം നിങ്ങൾ നോക്കി ആരിയ്ക്കുകയാണ് 6 മണി മുതൽ? യേശു ഇരിക്കുകയാണ്. ആരാ VIP, ആരാ RIP?
6 മണിക്ക് യേശു ഇവിടെ വന്നിരിക്കല്ലേ. അപ്പോൾ ആരാ VIP, ആരാ RIP? അതൊക്കെ മാറ്റണം നമ്മൾ. 45 വർഷമായി ഇന്ന് വരെ വൈകിച്ചില്ലാത്തൊരു ഉപദേശിയാണ് ഞാൻ. ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വല്ല ബ്ലോക്കൊക്കെ വന്നാൽ ചിലപ്പം വൈകി വരും, അല്ലെങ്കിൽ ഞാനങ്ങ് വൈകി വരികയാണ്. 1-ാമത്തെ പാട്ട് എനിക്ക് കേൾക്കണം. ഞാൻ ചിലപ്പോൾ ആ പാട്ട് കേൾക്കുന്നത് ചിലപ്പോൾ 25,000 പ്രാവശ്യമായിരിക്കും. എൻ്റെ പ്രസംഗം അവരും ആവർത്തിച്ചാരും കേൾക്കും. ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. അവർ പാടുമ്പോൾ ഞാനും മിണ്ടുകയില്ല, ഞാൻ പ്രസംഗിക്കുമ്പോൾ അവരും മിണ്ടുകയില്ല. അങ്ങനെ സ്വത്രം. അപ്പം നോക്കിക്ക് അവൻ്റെ ആ നെറ്റ്വർക്ക് കണ്ടോ നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, ഈ 6000 പേരുള്ള സഭ നമ്മുടെ കേരളത്തിലുണ്ടോ? പറ. ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പറഞ്ഞു ഞങ്ങൾ 6000 എന്ന്. ഞാൻ അത്യാവശ്യം വലിയ സഭയിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. സഭയുടെ പേരൊന്നും പറയുന്നില്ല. ഞാൻ അത്രയും പേര് ഒരുമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കേരളത്തിൽ പൊള്ളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്രയും പേരുള്ള 1-2 ചർച്ചകൾ കണ്ടിട്ടുണ്ട്, 1-2 പേരിന് മാത്രം. നമുക്കപ്പോൾ 6000 പേരുള്ള ഒരു 6000 പേര് ഒരുത്തൻ്റെ അകത്ത്. അയ്യോ, നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നതിനൊരു വാക്യമുള്ളത് കൊണ്ടാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ. അതുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാർ പലരും പിന്നെ അറ്റാക്ക് വന്ന് ചാകാത്തത്. ആ വാക്യമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അപ്പം നമ്മുടെ സഭാഹാളിന് മുമ്പിൽ എന്ന് ബോർഡ് വെക്കും? ഹൗസ്ഫുൾ. അടുത്ത 7 മാസത്തേക്ക് സഭയിലേക്ക് ആരെയും ക്ഷണിക്കുന്നില്ല, ഇത് പൊളിച്ചു പണിയാൻ പോവുകയാണ്. എന്തൊരു ബോർഡ് വെക്കും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? എന്താ അതിൻ്റെ കാര്യം എന്നറിയാമോ? എന്നാ യൂണിറ്റിയാണെന്ന് അവർക്ക്. ഞാൻ ചോദിക്കട്ടെ, 6000 പേരിൽ പ്രസിഡന്റ് ഉണ്ടോ? ഇല്ല. വൈസ് പ്രസിഡന്റ് ഉണ്ടോ? ഇല്ല. സെക്രട്ടറി ഉണ്ടോ? ജോയിന്റ് സെക്രട്ടറി ഉണ്ടോ? ട്രസ്റ്റി ഉണ്ടോ? വരവുക ചെലവുക ഇല്ലക എഴുതാൻ ആളുണ്ടോ? പാനലുണ്ടോ? തെരഞ്ഞെടുപ്പുണ്ടോ? അഴിമതിയുണ്ടോ? ആരോപണമുണ്ടോ? കുതിരക്കച്ചവടമുണ്ടോ? ചുമ്മാതല്ല ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വളരാത്തതും. രണ്ടിൻ്റെയും അർത്ഥം മനസ്സിലായോ? അവർക്ക് എന്നാ യൂണിറ്റിയാന്നേ. 6000 എണ്ണത്തെ പന്നിയിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞു. അല്ലാണ്ട് 2000 പന്നി, 2000 കഴുത, 2000 ആട് അങ്ങനെയാണോ പറഞ്ഞത്? ചാകാനാണെങ്കിൽ ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിൽ ഇവരുടെ അകത്ത് ഒരുമിച്ച് നിൽക്കുമോ? നമ്മൾ നിൽക്കുമോ? യോഗത്തിൻ്റെ പ്രസിഡന്റ് ആരാ? ചർച്ച ബോർഡിലെ പാസ്. യോഗം നടന്ന പാസ് ആരാ? IPCയിലെ പാസ്. അങ്ങനെയാണ് 2-ാമത്തെ റോയിലാണ് പോയിരിക്കുന്നത്. എന്തോ മര്യാദയാന്ന് നോക്കിക്ക്. ഞങ്ങളൊക്കെ ഒരു അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. അതൊക്കെ നല്ല മനസ്സിൻ്റെ ലക്ഷണമായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയമത്തിൽ 300 കുറുക്കന്മാർ, 150 ജോഡി, വാലോട് വാല് ചേർത്ത് കെട്ടി നടക്കുന്ന കാര്യം വല്ലതാണോ അച്ഛ? നിങ്ങളുടെ വീട്ടിൽ കലത്തിൽ വെന്തുമറിയുന്ന ചോറ് തിന്നുന്ന പട്ടിയും പൂച്ചയും ചിലപ്പോഴൊക്കെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കാണാറില്ലേ? നിങ്ങൾക്ക് തോന്നി എന്നാ ഈ ജോയി പാസ്റ്റർ പറഞ്ഞു എന്നാൽ അവരുടെ വാൽ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടാം. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയുടെയും പൂച്ചയുടെയും വാല് കൂട്ടിക്കെട്ടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആശുപത്രിയിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. വിധിയുണ്ടെങ്കിൽ നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. എന്തിനാണ് പട്ടിയും പൂച്ചയും? ഞങ്ങളിവിടെ ആയിരക്കണക്കിന് ആൾക്ക് നടുവിൽ വെച്ച് 25 ലക്ഷം 50 ലക്ഷം രൂപ മുടക്കി നടത്തിയ കല്യാണത്തിലെ കെട്ടിയോളും മാപ്പിളയും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നില്ല, പിന്നെയാണ് പട്ടിയും പൂച്ചയും. പക്ഷേ യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്നാണ് മുദ്രാവാക്യം മുഴങ്ങുന്നതെങ്കിൽ വാലിൽ തീ പിടിച്ചാലും തല വെച്ചു കൊടുക്കാൻ അവർ തയ്യാറാകും. കാരണം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന്. പടിഞ്ഞാറോട്ട് പറക്കുന്ന കാടപ്പക്ഷികളോട് ദൈവം ചോദിച്ചു, എവിടേക്കാണാവോ യാത്ര? അന്നുള്ള കുറ്റിനുള്ള വക തേടി പാടശേഖരങ്ങളോ വൃക്ഷക്കമ്പുകളോ തലപ്പുകളോ ലക്ഷ്യമിട്ട് പറക്കുകയാണ്. പറക്കണ്ട, പിന്നെ തിരിച്ചു പറന്നോളൂ. സന്തോഷമായി പണിയെടുക്കാതെ കൂടാരത്തിനകത്ത് ചെന്നിരുന്നാൽ കൂട്ടിനകത്ത് ദൈവം തമ്പുരാൻ കുത്തിക്കൊണ്ട് തരുമെന്ന് അവർ വിചാരിച്ചു. എന്ന് പറഞ്ഞ് എല്ലാം കൂടെ തിരിച്ചു പറക്കാൻ തുടങ്ങി. അപ്പൊ ദൈവം പറഞ്ഞു, കൂട്ടിലേക്കല്ലാട്ടോ, പിന്നെ കൂടാരത്തിലേക്ക്. ഏത് കൂടാരത്തിലേക്ക്? ദാണ്ട അവിടെ കുട്ടികൾ കുട്ടിയും കോലും കളിക്കുന്ന കണ്ടില്ലേ? ക്രിക്കറ്റിന്റെ ആദ്യപാഠം. അങ്ങോട്ട് പറക്ക്. 307 ചെന്ന് ലാൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ നിന്ന് കൊടുക്കുക പിള്ളേർക്ക് പിടിക്കാനായിട്ട്. എന്തിന്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മാംസാഹാരം വേണമെന്ന്. നിങ്ങളെ അല്ലാതെ വേറെ ഒരു വഴി ഞാൻ കാണുന്നില്ല. കാടപ്പക്ഷി പറഞ്ഞു, ഓക്കെ. കണ്ടിട്ടുണ്ട് പക്ഷികൾ പറക്കുന്ന, മുമ്പേ പറക്കുന്നതിൻ്റെ പിറകെ പോകുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുട്ടിയും കോലും കളിക്കുന്നവൻ്റെ കൂടാരത്തിലേക്ക് ചെന്ന് ഇടിച്ചു കയറിയാൽ വറചട്ടിയിൽ കിടന്ന് ഉരുളുമെന്ന് അറിഞ്ഞിട്ടും ഒറ്റ പക്ഷികൾ കൂട്ടിലേക്ക് പറന്നില്ല. ദൈവം പറഞ്ഞാൽ കാടപ്പക്ഷികൾ ഒരുമിച്ച് നിൽക്കും.
ഇന്ന് രാത്രി ഒരു വല വരും. എവിടെ? ഗന്നേസർ തടാകത്തിന്റെ കരയിൽ. 13 മൈൽ നീളം, 7 മൈൽ വീതി, 70-800 അടി താഴ്ച, 22 തരത്തിലുള്ള മീൻ. മത്സ്യബന്ധനത്തിന് PhD എടുത്തവനാണ് വരുന്നത്. പക്ഷെ ഒരെണ്ണം കയറിയേക്കരുതെന്ന് പറഞ്ഞു. കയറിയില്ല. തലങ്ങും വിലങ്ങും തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കൊക്കെ വീശിയിട്ട് ഒരെണ്ണം കയറിയില്ല. വലിക്കുന്ന വീശിയ വലയെല്ലാം വെറുതെ കാലിയായിട്ട് വലിച്ചു കയറ്റുകയാണ്. ചങ്ക് തകർന്നു പോയി. അന്ന് രാത്രിയിൽ തൃണാമത്സ്യക്കൂട്ടങ്ങൾ പാട്ടുപാടി ആരാധിച്ചു. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. പടിഞ്ഞാറൻ ചക്രവാളത്തിന്റെ മേഘക്കീറുകൾക്കുള്ളിൽ സായം സന്ധ്യയിൽ ചെഞ്ചായം പൂശി സന്ധ്യമയങ്ങിയ അതേ സൂര്യൻ കിഴക്ക് വെള്ളകേറി ഉദിച്ചു വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഓളപ്പരപ്പിൽ സൂര്യപ്രകാശം വീഴുമ്പോൾ പടകിന്റെ വലത്ത് ഭാഗത്ത് വലവരും ചെന്ന് കയറിക്കോളാൻ. മുൻപേ പോകുന്ന മീനോട് മറ്റ് ചെറുമീനുകൾ ചോദിച്ചു, അച്ഛാ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അണ്ട് പടകിന്റെ വലത്ത് അതിന് വലവരും ഇവിടെ അവിടെ കയറാൻ പോവുകയാണ്. അച്ഛാന്റെ വട്ടാണോ തലയ്ക്ക്? ചൂണ്ടയിട്ടാൽ പോലും വെട്ടിമാറും. നമ്മൾ എന്തിനാണ് അതിന്റെ പുറകെ? എടാ, യേശു പറഞ്ഞതിനകത്ത് കയറിക്കോളാൻ. കയറിയാൽ അവൻ പടകിൽ പിടിച്ചിടും. ഇട്ടാൽ ആരും ലേലം ചെയ്തുകൊണ്ട് പോകും. പിടിച്ചാൽ ഏതെങ്കിലും അമ്മച്ചിയുടെ കത്തിമുനയിൽ നമ്മൾ ഉപ്പും മുളകും തേച്ച വറചട്ടിയിൽ കിടന്ന് ഉരുളും. എന്നിട്ട് ആരെങ്കിലും വായിപ്പോകും. അത് ശരി, വല്ലവന്റെ വായിലേക്ക് പോകാനാണ് ഈ മാതിരി ഓട്ടം ഓടുന്നത്. എടാ, യേശു പറഞ്ഞടാ. തൃണാമത്സ്യക്കൂട്ടങ്ങൾ ഇടിച്ചു കയറുന്ന രംഗം നിങ്ങൾ കണ്ടോളണം. തെളിവെന്താ? പടക് മുങ്ങാറായി, വല കീറാറായി. ദൈവം നമ്പുരാൻ പറഞ്ഞാൽ ഒറ്റ മത്സ്യം പോലും മാറി നിൽക്കത്തില്ലെന്ന് ഈ രാത്രി ആദ്യത്തെ ദൂത് പ്രതികരിച്ചോളണം. ദൈവം നമ്പുരാൻ പറഞ്ഞാൽ കാടപ്പക്ഷികൾ ഒരുമിച്ച് നിൽക്കും. ദൈവം പറഞ്ഞാൽ തൃണാമത്സ്യക്കൂട്ടം ഒരുമിച്ച് നിൽക്കും. ദൈവം പറഞ്ഞാൽ കുറുക്കന്മാർ ഒരുമിച്ച് നിൽക്കും. പെണ്ണക്കരയിൽ ഇന്ന് രാത്രി യോഗം നടത്തുന്ന ആരുമാകട്ടെ, ഏത് സഭക്കാരുമാകട്ടെ, ഇന്ന് രാത്രിയിൽ ദേശത്തെ അടക്കി ഭരിക്കുന്ന അന്ധകാര ബന്ധനങ്ങൾ മൂടോടെ പിഴുതെറിയണമെങ്കിൽ ആര് പ്രസംഗിക്കട്ടെ, ആര് പാടട്ടെ, സഭയുടെ അതിർവരമ്പുകൾ ഇല്ലാതെ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾ ഇന്ന് രാത്രി തയ്യാറായാൽ യോഗം തീരും മുൻപ് ചില ബന്ധനങ്ങൾ ഇവിടെ പൊട്ടി മാറിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ചേർത്തടിച്ച് ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണമെന്ന്. യേശു ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ച 4 മാറ്റങ്ങളാണ് എൻ്റെ പ്രമേയം. പേരിടാൻ വൈകിപ്പോയി, സാരമില്ല. യേശു ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന 4 മാറ്റങ്ങൾ. 1, യേശു വന്നതുകൊണ്ട് അവന്റെ നിലവിളി മാറി. 2, യേശു വന്നതുകൊണ്ട് അവന്റെ പേര് മാറി. 3, യേശു വന്നതുകൊണ്ട് അവന്റെ നഗ്നത മാറി. 4, യേശു വന്നതുകൊണ്ട് അവൻ്റെ വീട് മാറി. അപ്പം അങ്ങനെ നിലവിളിയും പേരും പിന്നെന്തോ നഗ്നതയും വീടും മാറിയപ്പോൾ പിൻ നമ്പർ മാറി, പോസ്റ്റ് ഓഫീസ് മാറിയെന്ന്. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന വിഷയം നിന്റെ മേൽവിലാസം മാറ്റുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ചില ആളുകൾ ഹല്ലേലൂയ പറഞ്ഞു. എന്തുകൊണ്ട്? ആർക്കറിയാം? നമുക്കറിയാം. അവരുടെ മേൽവിലാസം മാറ്റിയവർ യേശുവാണെന്നേ. ഇതുവരെ കൈപൊക്കാത്തോട് പറയുകയാണ്, നിന്റെ മേൽവിലാസവും ഇന്ന് രാത്രി മാറ്റാൻ ദൈവം കഴിവുള്ളവനാണെന്ന്. ഞങ്ങളുടെയൊക്കെ അഡ്രസ് മാറ്റിയ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്ന് രാത്രിയിൽ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും മുൻപ് നിന്റെ പഴയ ചരിത്രത്തെ കാറ്റിൽ പറത്തിയിട്ട് നിന്റെ അഡ്രസ്സിനെ മാറ്റാൻ കഴിയുന്ന ദൈവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു. ഒന്നാമത്തെ ഭാഗത്തേക്ക് വരാം. 1, യേശു വന്നുകൊണ്ട് അവൻ്റെ നിലവിളി മാറി. നിലവിളി മാറി. എന്തുവാ നിലവിളി? യേശു പോകുന്നതിന് മുമ്പ് ഞാൻ അക്കരെ ഇക്കരെ ഒന്ന് പറഞ്ഞോട്ടെ. ഏത് അക്കരെ ഇക്കരെ? ഷാർജയും കേരളവും അല്ല അക്കരെ ഇക്കരെ എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ ഏത് അക്കരെ ഇക്കരെ? പുഴയ്ക്കക്കരയും പുഴയ്ക്കിക്കരയും. ശ്രദ്ധിച്ചോളൂ. എന്താ ഇക്കരെയുള്ളത്? 4 ചെറിയ കുറിപ്പുകൾ മനസ്സിൽ കരുതിക്കോളൂ. 4 പോയിന്റുകളിൽ ഒന്നാമത്തെ പോയിന്റാണ് നിലവിളി മാറ്റം ദൈവമാണ് ക്രിസ്തു. അതിലുള്ള ABCD 4 ചെറിയ കുറിപ്പുകൾ. 1, ഇക്കരെയുള്ളത് എന്താണെന്ന് നോക്കാം. തിന്നതിൻ്റെ ശേഷിപ്പ് ഇക്കരെയുണ്ട്. അതായത് വേറെ ഭാഗം വായിച്ചാലറിയാം. അന്നാണ് 5 അപ്പം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച് 5000-ങ്ങൾക്ക് നൽകി. ശേഷിച്ചത് ഇവിടെയുണ്ട്, മറക്കണ്ട. ശേഷിച്ചത് ഇവിടെയുണ്ട്. 2, ഈ വേദഭാഗത്താണ് അമ്മയും സഹോദരന്മാരും വന്നിട്ട് യേശുവിനെ കാണണമെന്ന് പറയുന്ന ഭാഗം വേറെ സുവിശേഷത്തിലുണ്ട്. അപ്പോൾ രക്തബന്ധങ്ങൾ ഇക്കരെയുണ്ട്.
3. അവിടെ ചെന്നതിന് ശേഷം യേശു പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ യേശുവിനെ സ്വീകരിക്കുന്നത് യായിറോസ് ആണ് കേട്ടോ. യായിറോസ്, VIP-കൾ, തറവാട്ടുകാർ, കുടുംബക്കാർ, ഉപ്പാപ്പനും കൊച്ചപ്പനും വല്യപ്പനും ഒക്കെ ഇക്കരയുണ്ട്. 4, സന്ധ്യയാകുമ്പോൾ ഒരു ഫെല്ലോഷിപ്പ് ഉണ്ട്. എന്താ ഫെല്ലോഷിപ്പ്? രാത്രിയാകുമ്പോഴാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത് കേട്ടോ. അവൻ തനിയേ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? സകലവും വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന. അപ്പം രാത്രിയാകുമ്പോൾ എന്തുണ്ട്? ഒരു ഫെല്ലോഷിപ്പ് ഉണ്ട്. 4 കുറിപ്പുകൾ ഇല്ലേ? ഫെല്ലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ. ഈ പകല് പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലായില്ലെന്നേ, അതായി കാര്യം. ഇപ്പം യേശു അവരെ കുറ്റം പറഞ്ഞിട്ടേ കാര്യമുണ്ടോ? എനിക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ട്, നമുക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഈ വിത്ത് വിതയ്ക്കുന്ന ഉപമ അവർക്ക് വല്ലതും മനസ്സിലായോ? എവിടെ മനസ്സിലായി? ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ദൈവത്തിൻ്റെ സ്തോത്രം. ചിലത് വഴിയരികിൽ വീണു, ഗ്ലോറി. ചിലത് മുള്ള് ഉള്ള സ്ഥലത്ത് വീണു, പ്രൈസ് ദി ലോർഡ്. ചിലത് പാറ സ്ഥലത്ത് വീണു, ഗ്ലോറിക്ക് മഹത്വം. ഇങ്ങനെ പറഞ്ഞു പോയതല്ലാതെ ഒന്നും മനസ്സിലായില്ലെന്ന്. നമുക്കൊല്ലം മനസ്സിലായി. എവിടെ മനസ്സിലാവാൻ? ആ ഉപമ ഞാനിപ്പോൾ ഉപമകളുടെ ക്ലാസ്സൊക്കെ 39 ഉപമകൾ ഒരു പഠനം എടുക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായില്ലെന്ന് വേണമെങ്കിൽ തെളിയിക്കാം. ആരും ചെറുതാക്കാനല്ല, ഒരു വിഷയം തെളിയിക്കാനാണ്. ശ്രദ്ധിച്ചോളൂ. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് എവിടെ വീണു? വഴിയരികിൽ. മറ്റു ചിലത് എവിടെ വീണു? മുള്ളിനിടയിൽ. വേറെ ചിലത് എവിടെ വീണു? പാറസ്ഥലത്ത്. വേറെ ചിലത് എവിടെ വീണു? നല്ലത്. ഇപ്പം എത്ര തരം വിത്തായി? 4 തരം. മാത്തലാസർ പാസ്റ്റർ കേട്ടായിരുന്നല്ലോ, അധ്യക്ഷൻ കേട്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞവർക്കും മനസ്സിലായില്ല, നമുക്കും മനസ്സിലായില്ല. അത്ര തന്നെ കാര്യം. വിത്ത് 4 തരം നിങ്ങളോട് ആരാ പറഞ്ഞ്? വിത്ത് ഒരു തരം അല്ലേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ കാണിച്ചാൽ നിങ്ങൾ എൻ്റെ കൈവിരലിലേക്കാണോ നോക്കുന്നത്? ഞാൻ പറയുന്ന വചനമാണോ കേൾക്കുന്നത്? ഒരു ടെസ്റ്റ് നടത്തിയതാ. ആനമുട്ട കേട്ടാ. വിത്ത് എത്ര തരം? ഒരു സ്ഥലം വീണതാണ് മക്കളെ, 4 സ്ഥലത്ത്. ഇപ്പം മനസ്സിലായി. അവർ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കൂടിയിരിക്കുമ്പോൾ ചോദിച്ചു, കർത്താവേ എന്തോ ആ വിത്തിൻ്റെ ഉപമ ഞങ്ങൾക്കൊന്ന് തെളിയിച്ചു തരണം. അപ്പം നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞതോ? അതിപ്പോൾ ഈ ആളുകളൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ലെന്ന് ആളുകൾ വിചാരിക്കത്തില്ലയോ? അതൊരു ന്യായമായ കാര്യമാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ യേശുവിനോട് ഈ പ്രസംഗം വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ. ഒരു പ്രസന്റ് ഗോസ്പൽ മിഷൻ്റെ എറണാകുളത്ത് ഗ്രൗണ്ടിൽ പ്രസംഗിക്കുക. ഈ പ്രസംഗം ഞാൻ ഉണ്ടാക്കിയത് കമന്ന് വീണ് കിടക്കുക എൻ്റെ ചർച്ചിനകത്ത്. ഇങ്ങനെ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞ് കിടക്കുക. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ, ഇക്കരെ തിന്നതിൻ്റെ ശേഷിപ്പുണ്ട്, അക്കരയ്ക്ക് എന്ത് പോണ്ട വല്ല കാര്യമുണ്ടോ? സമ്പത്തും സൗന്ദര്യവും ആരോഗ്യവും പണവും പിന്നെന്താ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഫോർച്യൂണറും എല്ലാം കൂടെ ഉള്ളപ്പോൾ അക്കരയ്ക്ക് പോകാൻ വിളിച്ച് ആരെങ്കിലും വരുമോ? രക്തബന്ധങ്ങൾ വിട്ടു ആരെങ്കിലും വരുമോ? VIP-കൾ ആരെങ്കിലും വരുമോ? കൂട്ടായ്മക്കാർ ആരെങ്കിലും വരുമോ? ഞാൻ യേശു ചോദിച്ചു, യേശുവേ നീ എന്താണ് ഇപ്പം തന്നെ ഇവരെ കിട്ടിച്ച് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ? പറഞ്ഞു, എടാ അക്കര എന്താണെന്ന് നോക്ക്, അതറിയണമല്ലോ. നോക്കാം നമുക്ക് അക്കരയ്ക്ക്. 1, ഇക്കരെ തിന്നതിൻ്റെ ശേഷിപ്പുണ്ട്. അക്കരയോ? എവിടെ ശേഷിപ്പ്? ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച വയറുന്ന് നിറച്ച ഒരു ഏമ്പക്കം വിടാൻ കാണുന്ന കുപ്പത്തൊട്ടി മുഴുവൻ കൈയിട്ട് വാരുന്ന, എന്നിട്ടും ഒരു നേരത്തെ ഭക്ഷണം ആസ്വദിച്ച് ടേസ്റ്റോടെ വയറു നിറച്ച് കഴിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് അക്കരയുള്ളത്. ഇക്കരെ ആരാ? അപ്പനും അമ്മയും സഹോദരന്മാരും ഒക്കെ. അവനോ ഇതൊക്കെ കാണുമെന്നേ. അതുകൊണ്ടല്ലേ അവനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. നിങ്ങൾ ചെങ്ങന്നൂർ ടൗണിൽ കൂടെ പോരുമ്പോൾ എന്താണ്ട് ചാക്കശീലയും കാലിൽ ചുറ്റി വ്രണങ്ങളൊക്കെ ആയിട്ട് തുപ്പല ഒലിപ്പിച്ച് താടിമേശം പഠിക്കാതെ അപ്പൻ്റെ അനിയൻ വരിക. നിങ്ങളിങ്ങനെ സന്തോഷമായിട്ട് പിള്ളേരുടെ കൂടെ മൊബൈലും ആപ്പിളും ഒക്കെ ഫോണൊക്കെ അതിന് പിടിച്ചുകൊണ്ട് പോകും. അപ്പം നിങ്ങൾ പറയും, ഇതെൻ്റെ അപ്പൻ്റെ അനിയാണ്, ഉപ്പാപ്പ എന്നാ പാപ്പ വിശേഷം? ചുമ്മാ നിങ്ങൾ ചോദിക്കുകയോ? ഇല്ല, നിങ്ങൾ വഴിമാറുമെന്നേ. ആരേലും പറയുകയാണോ ഇത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതെന്ന് ആരോ പറഞ്ഞു കേട്ടല്ലോ? വഴിമാറുമെന്നേ. അപ്പം ഇവൻ ആളുകളില്ലാത്തതുകൊണ്ടാണോ? കുഷ്ഠരോഗാശുപത്രിയിലും ഭ്രാന്താശുപത്രിയിലും അസുഖം മാറിയാൽ കൊണ്ടുപോകാൻ ആളില്ല. ഈ 2 സ്ഥലവും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് കുഷ്ഠരോഗാശുപത്രിയുണ്ട്. അവിടെ ഒരു ആരാധന പോലും ഉണ്ടായിരുന്നു. അതങ്ങനെയൊക്കെ ആരാധിക്കുന്നവർ കാണണം. എൻ്റെ അപ്പൻ ഊളമ്പാറ ആശുപത്രി കിടന്നയാളാണ്. 50-ൽ പരം കേസിലെ പ്രതി, ഒരു കൊലപാതക കേസ് അടക്കമുള്ള കേസുകളിലെ പ്രതിയാണ് എൻ്റെ അപ്പൻ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ 5ാം ക്ലാസ് പ്രായത്തിലൊക്കെ എൻ്റെ അപ്പനെ ഞാൻ കാണുന്നു. ഒരു മോനേ ഉള്ളൂ ഞാൻ, 2 ചേച്ചിമാരെ. അവരെ കൊണ്ടുപോകത്തില്ല. എൻ്റെ അമ്മ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ മെക്കാട് പണിക്ക് പോകും.
എന്നിട്ട് ഞായറാഴ്ച ദിവസം രാവിലെ ഒരു ചാച്ചനെയും കൂട്ടി അപ്പൻ കിടക്കുന്ന ജയിലുകൾ സന്ദർശിച്ച് അപ്പനെ കാണുന്നതായിരുന്നു എൻ്റെ അമ്മയുടെ ഞായറാഴ്ച ദിവസത്തെ ഹോളിഡേ. അപ്പം ഞാൻ പോവുക മൂവാറ്റുപുഴ സബ് ജയിലിലും ഉളമ്പാനൊക്കെ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഒരു ബണ്ടിൽ ദിനേശ് ബീഡി, കുറച്ച് പൂവൻ പഴം, കുറച്ച് ബിസ്ക്കറ്റ്, തെറുപ്പ് ബീഡി ഒക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. പോലീസുകാരെ പെർമിഷൻ കൊടുക്കും. അപ്പോൾ അമ്മയപ്പൻ എന്ന് കുറേ കരയും പിടിച്ച് ചെയ്യുന്നത് കാണാം. ഞാനിങ്ങനെ അപ്പൻ എൻ്റെ കൈകളൊക്കെ പിടിച്ച് കരയും. ഞാനിങ്ങനെ ഒന്നുമല്ല, എല്ലാം കൂടെ കരയുമ്പോൾ നമ്മളും കരയും. അപ്പം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ കരയും. എന്നാൽ അപ്പനില്ലാത്തൊരു സങ്കടമൊക്കെ 5-6 വന്നായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ടീച്ചർമാരിങ്ങനെ, നാട്ടിലുള്ള ടീച്ചർമാരൊക്കെ ആദ്യമായിട്ട് ഒന്ന് പരിചയപ്പെടുമ്പോൾ അപ്പം എന്നെ നീ അവിടെ ഇരുന്നോ, ചാക്കപ്പൻ്റെ മോനല്ലേ, അതെ അവിടെ ഇരുന്നു. അറിയാം, അപ്പനറിയാം, സുപ്രസിദ്ധിയല്ല കുപ്രസിദ്ധി. ഒരുപാട് പേരുണ്ട് എൻ്റെ അപ്പന്, പുറകെ പറഞ്ഞു വന്നോളാം. അപ്പൻ മരിച്ചു കേട്ടു. ഇത് പറയാൻ കാരണം അപ്പനെ അപമാനിക്കാനല്ല, എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടു. 3 കൊല്ലം പാസ്സായിരുന്നു. 120 പേരുള്ളൊരു സഭ സ്ഥാപിച്ചിട്ടാണ് അക്കരെ നാട്ടിലേക്ക് പോയത്. എനിക്ക് പോലും പറ്റിയിട്ടില്ല അത്രയും പേരുള്ള സഭയിൽ ഇരിക്കാനായിട്ട്. സ്തോത്രം. ബാക്കി പിന്നാലെ ഓരോ ഭാഗങ്ങളായിട്ട് പറയാം. അപ്പോൾ ഞങ്ങളങ്ങനെ എറണാകുളം ചെല്ലാശ്ശേരി കഴിയുമ്പോൾ അപ്പന് തടവ് ചാടും, ഭയങ്കര പുള്ളിയാണ്. അത് തന്നെ ഒരു കാലിൽ ചങ്ങലയിട്ടാണ് അപ്പനെ കിടത്തി ചികിത്സ പോലും. അങ്ങനെ വാതരോഗം വന്നിട്ട്, അറിയാമോ. എന്നാലും എൻ്റെ അപ്പൻ ജയിലിൽ കിടന്നുകൊണ്ട് 2 കഥാപ്രസംഗം എഴുതി. ആ കഥാവേദിയിലെ കഥ പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. പൗലോസിനെ കുറിച്ച് നമ്മൾ പറയുന്ന പോലെ പുറത്തഴിച്ചു വിട്ടാൽ സഭ സ്ഥാപിക്കും, അകത്ത് കിടന്നാൽ പിന്നെ എന്തുവാ ആ ലേഖനവുമായിട്ട് പുറത്തു വരുമെന്ന് പറഞ്ഞ പോലെ അപ്പൻ അവിടെ കിടന്ന് 2 നീലയുടെ ചെറ്റക്കുടിൽ രാജൻ്റെ മരണം 2 കഥാപ്രസംഗമായിട്ടാണ് പുറത്തു വന്നത്. പിന്നെ ഞങ്ങളൊക്കെ അതൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടോ. അപ്പം അവിടെ പ്രാന്താശുപത്രിയിൽ ആര് കാണാനാണ്? ഈ കുണ്ടനാക്കുന്നവർ അപ്പോഴേ സ്ഥലം വിടും. ഇവൻ്റെ പേരും പറഞ്ഞ് ഇവൻ്റെ സ്വത്തുക്കളെല്ലാം എടുക്കും. പിന്നെ അവർ വിളിച്ചവർ പറയും ഞങ്ങൾക്ക് അങ്ങനെ ആളില്ലെന്ന് പറയും കേട്ടോ. അപ്പം ഇവിടെ അമ്മയും സഹോദരന്മാരും അവിടെ ആരെങ്കിലും ഉണ്ടോച്ചാൽ ആരുമില്ലെന്നേ, ഉള്ളവരാരും തിരിഞ്ഞു നോക്കത്തില്ലെന്നേ. 3ാമത് VIP-കൾ, കൊച്ചപ്പൻ, ഇവർ വല്ലവരുണ്ടോ അവിടെ? ഏത് കൊച്ചപ്പൻ? കാശില്ലാത്തവർ ഏത് കൊച്ചപ്പൻ, ഏത് വല്യപ്പൻ? 4 കൂട്ടായ്മ. അവിടെ ആര് കൂട്ടായ്മ? ഭ്രാന്തനോട് ആര് വർത്താനം പറയാ? ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ചോദിച്ചു, യേശുവേ, ഇത്രയും നല്ല ആളുകളൊക്കെ ഇരിക്കുമ്പം, കൂട്ടായ്മയും അപ്പവും ശാപ്പാടും കൂട്ടായ്മയും ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ഇരിക്കുമ്പം, ഈ ഇല്ലായ്മക്കാരൻ്റെ അടുത്തോട്ടും ഈ ഒറ്റയ്ക്ക് കിടക്കുന്നവനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നവൻ്റെ അടുത്ത് നിനക്കാരാ പ്രയോറിറ്റി, മുൻഗണന? ആരുടെ ദൈവമാണ് അവിടെ നിന്ന്? യേശു പറഞ്ഞു ഞാൻ എല്ലാവരും ദൈവമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് തൃപ്തിയായില്ല, ഒന്നുകൂടെ ക്ലിയർ ചെയ്യണം, പ്രസംഗിക്കാനാ. യേശു പറഞ്ഞു ഇക്കരെ നിൽക്കുന്നവിടെ എല്ലാം ദൈവമാണ് ഞാനെങ്കിലും പ്രയോറിറ്റി, മുൻഗണന ഇല്ലായ്മക്കാരനാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ പറയുകയാണ്, ഈ പന്തലിൽ ഒരു ഇല്ലായ്മക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ, സൗഖ്യമില്ലാത്തവനായി, മക്കളില്ലാത്തവനായി, ജോലിയില്ലാത്തവനായി, ആരോഗ്യമില്ലാത്തവനായി, മറ്റാരും നിങ്ങളെ തിരസ്കരിക്കുന്ന പോലെ ഇല്ലായ്മക്കാരനായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നെഞ്ചിൽ കൈവച്ചു പറയുന്നു, ഇന്ന് രാത്രി യോഗം പ്രാർത്ഥിച്ച തീരും മുൻപ് ഇല്ലായ്മക്കാരന്റെ വിഷമത്തെ തൊട്ടിട്ടല്ലാതെ ഈ യോഗം ഞങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയില്ലോ. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഉള്ളവന്റെ മാത്രം ദൈവമല്ല, അവൻ ഇല്ലായ്മക്കാരന്റെ ദൈവമാണെന്നേ. അവൻ കാനാവിലെ കല്യാണം നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അവിടെ ഇഷ്ടംപോലെ ശാപ്പാട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അമ്മ വന്നേച്ചു പറഞ്ഞു അവർക്ക് വീഞ്ഞ് ഇല്ല. അവിടെ യേശു നിന്നു. എന്താ കാര്യം? ഇല്ല എന്നൊരു വാക്ക് കേട്ടതും അവിടെ അത്ഭുതം ചെയ്യാൻ തുടങ്ങി. ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു ഇല്ലായ്മക്കാരനാണെങ്കിൽ ലോകത്തിൽ ഒരാൾക്കും നിങ്ങളെ വേണ്ട, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് നിങ്ങളെ വേണം. ഞങ്ങളൊക്കെ ഈ വേദപുസ്തകം എടുക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ഇല്ലായ്മകളിൽ പരിഹസിക്കുന്നവർക്ക് നടുവിൽ പരിഹാരം എന്ന ഒരുവനെ ഞങ്ങൾക്കറിയാമെന്ന്. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ പകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ഒരു ദൈവമുണ്ടെന്ന്. ഞാനൊക്കെ ഒരു ഇല്ലായ്മക്കാരനാട്ടോ. ഒന്നുമില്ലായിരുന്നു. ഈ നാടുമായി എനിക്കൊരു ബന്ധമുണ്ട്. 45 വർഷത്തെ ബന്ധമുണ്ട് എനിക്ക് ഈ നാട്ടിൽ. 15ാമത്തെ വയസ്സിൽ SSLC കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വന്ന സ്ഥലമാണ് കോടുകുളഞ്ഞി. കോടുകുളഞ്ഞിക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് വെൺമണിക്ക് പോകുമ്പം ഒരു 500-700 മീറ്റർ ഇടത് സൈഡിൽ
കുന്നേൽ എന്നും പറഞ്ഞൊരു സ്കൂളുണ്ട്. അങ്ങോട്ട് കയറിപ്പോകുന്ന റൈറ്റ് സൈഡ് 3 നില കെട്ടിടമുണ്ട്. ഹിൽട്ടൺ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ്. അറിയാവുന്നുണ്ടെന്ന് അറിയില്ല, അറിയാമായിരുന്നു. ഞാൻ അവിടെയാണ് വചനം പഠിക്കാൻ വന്നത്. ആരതിനും പഠിച്ചൊരു കോളേജായിരുന്നു. മാത്യു പിച്ചാണ്ടി സാറ് സെക്രട്ടറി, സിറ്റി അബ്രഹാം സാറ് പ്രസിഡന്റ്. നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല, അറിയാമോ? ഒരു ബൈബിൾ സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. വാഴയ്ക്കൊക്കെ ആന കയറാൻ പോവുകയാണ് ഞാൻ ബൈബിൾ സ്വന്തമാകെ സാക്ഷി പറഞ്ഞിട്ട്. മാത്യു പിച്ചാണ്ടി CSCക്കാരൻ്റെ വീട്ടിൽ വാഴയ്ക്ക് ആന കയറാൻ പോവുകയാണ്. 15 രൂപ ഒരു ബൈബിൾ ഞാൻ സ്വന്തമാക്കിയത്. പെണ്ണുക്കരയുമായിട്ടും ബന്ധമുണ്ട്. അവിടെ ആകപ്പാട് 5-6 കുടുംബമേ ഉള്ളൂ. കുടുംബയോഗം വെക്കുമ്പോൾ ഞങ്ങൾ ആർത്തിയോടെ പോകും. കാരണം യോഗം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ശാപ്പാട് കിട്ടും. അതിലൊരു കുടുംബം പെണ്ണുക്കരയാണ്. നിങ്ങൾ അറിയും, ചിലപ്പം പേര് പറയാം. സുധാകരൻ, സുനിൽ എന്നൊക്കെ പറയുന്നൊരു പാവപ്പെട്ട കുടുംബം. അവരെ അപ്പൻ്റെ അമ്മയുടെ പേരൊക്കെ മറന്നുപോയി. അതിൽ സുനിൽ ഇപ്പം പാസ്റ്ററാണെന്ന് എനിക്കറിയാം. സുധാകരൻ എൻ്റെ കൂടെ പഠിച്ചൊരാളാണ്. ഈ പെണ്ണുക്കരക്കാരാണ്. ഞങ്ങൾ കൂടുകുളഞ്ഞി ഇങ്ങനെ നടന്ന് വന്ന് ഈ വീട്ടിൽ വന്ന് യോഗം കഴിഞ്ഞു. അവർ തരുന്ന ആ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലം ഓർത്തപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് രാത്രി ഇത് പ്രസംഗിക്കണം. കാരണം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൂടുകുളഞ്ഞി ഈ പെണ്ണുക്കര വരെ നടന്നു വന്നൊരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അന്ന് രാത്രി അവർ തരുന്ന ഈ കപ്പ പുഴുങ്ങിയതൊക്കെ കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു ഒരു കാലം ഉണ്ടായിരുന്നു, അറിയാമോ? ആ നാട്ടിൽ എന്നെ ഔദ്യോഗികമായി വിളിച്ച് ചെങ്ങന്നൂർ വന്ന കാറിനകത്ത് കയറ്റി കൊണ്ടുവന്ന് 2 നില വീട്ടിൽ കയറ്റി താമസിച്ചോളാൻ പറയുമ്പോൾ എൻ്റെ അഡ്രസ്സ് മാറ്റിയ ദൈവത്തെ അല്ലാതെ പിന്നെ ഞാൻ ആരെയാണ് പ്രസംഗിക്കുന്നത് ചോദിക്കുന്നത്? 2 നില വീടും സൗകര്യമൊന്നും അല്ല കേട്ടോ ഈ പറഞ്ഞ അഡ്രസ്സ് മാറ്റുക എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ നാടെനിക്ക് അങ്ങനെ ഒരു ഗർഹാതുരത്വം ഉണ്ടാകുന്ന ഉളവാക്കിയിട്ടുള്ളൊരു നാടാണ്. കൊടുകുളഞ്ഞിയിലും ചെങ്ങന്നൂരൊക്കെ പ്രസംഗിക്കാൻ ചോദിക്കുമ്പോൾ ചാടി ഞാൻ ഡേറ്റ് കൊടുക്കാൻ. എനിക്ക് എൻ്റെ പഴയ സ്ഥലത്ത് വരാനുള്ള ആഗ്രഹം ഞാൻ ചെയ്യുന്നതാണ്. കർത്താവ് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ നിലവിളി മാറി നിങ്ങൾ കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ കണ്ട ശേഷം പിന്നെ അവൻ നിലവിളിച്ചിട്ടുണ്ടോ? ഇല്ല. യേശുവിനെ കണ്ടാൽ നല്ല നിലവിളി മാറും കുഞ്ഞേ. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. അപ്പം ചോദിച്ചേക്കാം, അല്ല പാസ്റ്ററെ നിങ്ങൾ ഈ ബന്ധിക്കൂസുകാരെ കരയുന്നുണ്ടല്ലോ? ഉണ്ടച്ചാ, ഞാനിപ്പോഴും കരയുന്നുണ്ട്. എന്താ കാര്യം? സങ്കടം കൊണ്ടാണോ? കഞ്ഞി കുടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണോ? ഷർട്ട് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണോ? ഒന്നുമല്ല. പിന്നെന്തോന്നറിയാമോ? യേശുവിനെ കാണുന്നതിന് മുൻപ് ഞങ്ങൾ എവിടെയും കരയുമായിരുന്നു. കാരണം ആരാ വിടുവിക്കുന്ന അറിയത്തില്ലല്ലോ അരുൺ ബ്രദറെ. പക്ഷെ ഇപ്പൊ ഒരു പ്രത്യേകതയുണ്ട്, കാണുന്നതിന്റെ മുമ്പിലൊന്നും ഞങ്ങൾ കരയത്തില്ല. കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുന്ന ഒരുവന്റെ മുമ്പിൽ മാത്രമേ ഇപ്പൊ ഞങ്ങൾ കരയത്തുള്ളൂ. ഈ കണ്ണുനീര് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണെന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥം. യുവമക്കളെ, അതുകൊണ്ട് ധൈര്യമായിട്ട് പോര്. യഹൂദാ ഗോത്രത്തിലെ സിംഹം നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ മതിയായ ദൈവമാണ്. ആ കണ്ണുനീരിന്റെ ആഴം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ. കണ്ണുനീരിന്റെ ആഴം എന്താണെന്നറിയാമോ? ഇവന്റെ അകത്ത് എത്ര ഭൂതം ഉണ്ടായിരുന്ന പറഞ്ഞ്? 6000. ഈ മനുഷ്യന്റെ ശരീരവും പക്ഷിമൃഗാദികളുടെ ശരീരവും തമ്മിലൊക്കെ ചെറിയ ബന്ധങ്ങളൊക്കെ പല സ്ഥലത്തുണ്ടെന്നാണ് കേൾക്കുന്നത്. എൻ്റെ ഒരു ദൂത് പറയാണ്, ശ്രദ്ധിച്ചോളൂ. നമ്മുടെ അസ്ഥി തിമിംഗലത്തിൻ്റെ അസ്ഥിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, മീനിൻ്റെ. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല, പക്ഷെ പിന്നെ മനസ്സിലായി. ചില യോഗത്തിന് വരും, സ്വോത്രക്കാഴ്ചയൊക്കെ ചെയ്യും, രക്ഷിക്കപ്പെടുക വരെ ചെയ്യും. അപ്പം നമ്മുടെ കയ്യിൽ ഒതുങ്ങിയെന്ന് വിചാരിക്കും. സ്നാനം എന്ന് കേൾക്കുന്നതിനും ഒറ്റ വെട്ടല കണ്ട. അപ്പം നമ്മുടെ അസ്ഥി ഏത് അസ്ഥിയോടായിരിക്കും? കൈ വന്ന സാധനമാണ്. സ്നാനം എന്ന് കേട്ടാൽ മതി, ഒറ്റ വെട്ടല, അതാണ്ട് വെള്ളത്തിൽ പിന്നെ കിട്ടുകയില്ല. അപ്പം തിമിംഗലത്തിൻ്റെ അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. നമ്മുടെ പാല് കഴുതയുടെ പാലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്ന പറയുന്നത്. നമ്മുടെ ചെങ്ങന്നൂർ കഴുതയുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ കഴുത ഇല്ല, തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മുടെ പിള്ളേരെ വിളിക്കുന്ന പേരെന്തുവാ? എടാ സിംഹമേ എന്നാണോ വിളിക്കുന്നത്? അവൻ സിംഹം തന്നെയാ, പുലിക്കുട്ടിയാ. എന്നാൽ അമ്മ വിളിക്കുന്ന എന്തുവാ? എടാ കഴുത, ഒന്നോട് മരക്കഴുത എന്നൊക്കെ വിളിക്കുന്നത്. എന്നാ കാര്യം? ഈ ബന്ധമാണെന്ന് മനസ്സിലായി, ഈ ബന്ധമാണെന്ന്. നമ്മുടെ മാംസം പന്നിയുടെ മാംസത്തോടാ ബന്ധപ്പെട്ടിരിക്കുന്നത്. പഴയമത്തിൽ തിന്നരുന്നൊക്കെ ഉണ്ടല്ലേ. പണ്ടൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ വാൽവൊക്കെ മാറ്റിവെക്കുന്നത് ഇതാണ്. ഈ പന്നി കരയുന്നത് കേട്ടാൽ നമ്മുടെ പിള്ളേർ കരയുന്നുമില്ല. ഇതിനെ 4 കാലും മേലോട്ടാക്കി അന്നേരം ഇത് പുള്ളി കരയുന്നത്. നമ്മളും അങ്ങനെ, നമ്മൾ 4 കാല് മേലോട്ടാകുമ്പോഴാണ് നമ്മളും കരയുള്ളൂ. അല്ലാതെ കാലം കരയുമോ?
ഓരോ ഒച്ചയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പോകുമ്പോഴാണ് വാവിട്ട് കരയുന്നത്. നമ്മളും വാവിട്ട് കരയുന്നത് എപ്പോഴാ? മേലോ ഇങ്ങനെ കേൾക്കുമ്പോഴാ. അതല്ലേ വെടികൊണ്ട പന്നിയെപ്പോലെ എന്നൊക്കെ പറയുന്ന പദപ്രയോഗം അതുകൊണ്ടാ. ചിന്തിച്ചോളേ. അപ്പം നമുക്ക് സഹിക്കാൻ കഴിയുന്ന പോലെ സഹിക്കാൻ കഴിയുന്ന ഒരു ജന്തു അതേതാണ്? പന്നിയാണെന്ന് ഇങ്ങനെ പറയപ്പെടുന്നു. അവിടെ ഒരു ചിന്ത ഞാൻ ചിന്തയിടുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇവൻ്റെ അകത്ത് 6000 ഭൂതം പന്നിക്കൂട്ടത്തിലേക്ക് പോവുകയാണ്. അപേക്ഷിച്ചു. അയ്യോ, അതൊക്കെ പഠിക്കണം കേട്ടോ. അത് യൂണിറ്റി പറയാൻ മറന്നുപോയി. യേശുവിനെ കണ്ടപ്പം ഈ പുള്ളി പറയുകയാണ്, പ്രാർത്ഥിച്ചു. കണ്ടോ, 3 പ്രാവശ്യം അപേക്ഷിച്ചു എന്ന്. നാട്ടിൽ നിന്ന് അയച്ചു കളയാതിരിപ്പാൻ അപേക്ഷിച്ചു. സമയത്തിന് ദണ്ഡിപ്പിക്കരുതെന്ന് അപേക്ഷിച്ചു. അയക്കുകയാണെങ്കിൽ പന്നിക്കൂട്ടത്തിൽ അയക്കണമെന്ന് അപേക്ഷിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ പ്രാർത്ഥന തടയുന്നവനാണ് പിശാച്. ആ ഭൂതം യേശുവിനെ കണ്ടപ്പം പ്രാർത്ഥിച്ചതിൻ്റെ കാര്യം എന്താ? നാട്ടുകാർക്ക് വല്ലതും മനസ്സിലായോ? കാണുന്ന വിദ്യയിലൊക്കെ കാണാം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ആരെയൊക്കെ. പക്ഷേ ഭൂതത്തിന് യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി, ഈ ഞങ്ങളൊന്നും കേൾക്കുകയില്ല, ഇവൻ ആ പ്രാർത്ഥന കേൾക്കുന്നവൻ. എന്നാൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനെ കണ്ടപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നൊരു തോന്നലുണ്ടായി. അത്രയേ ഉള്ളൂ. ഈ ബോധം നമുക്കുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. അത്യുന്നതനായ മഹോൻ ദൈവത്തിന്റെ അഭിസംബോധന കണ്ടോ? അല്ല നാട്ടെ, നിങ്ങൾക്കറിയാമോ ആകാശത്തിന് കീഴിൽ മഹോന്നത ദൈവത്തിന്റെ പുത്രൻ യേശു മാത്രമുള്ള നിങ്ങൾക്കറിയാമോ? ഇവനറിയാമെന്ന് ആ ദൈവം പറയാണ്. പിന്നെ 6000 ശ്രദ്ധിച്ചു. 2000 പന്നിയിലേക്കാണ് പോയതിട്ട്. അപ്പൊ ഒരു പന്നിയിൽ എത്ര ഭൂതമായി എന്ന് പറ. അതും അറിയത്തില്ലേ? പള്ളിക്കൂടത്ത് വിട്ടപ്പം കശുവാങ്ങ പറിക്കാനും ഒരു പന്നിയിൽ എത്ര ഭൂതമായി? 3. അടുത്ത് ചിന്തിച്ചോ. ഈ 3 ഭൂതം ചെന്ന് കയറിയ ഉടനെ പന്നി എന്ത് ചെയ്തു? അതിൻ്റെ പിടി വിട്ടു. അത് മൂക്കും കുത്തി സുബോധം നഷ്ടപ്പെട്ടു. അതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം 3 ഭൂതം ചെന്ന് കയറിയപ്പോൾ സുബോധം പോകും. ഇവിടെ ഒരു ഭൂതവും ഇല്ലാത്ത ഒരു പന്നിക്കും ഒരു നേരത്തും ഒരു സുബോധവുമില്ല. അപ്പൊ പിന്നെ 3 ഭൂതം കയറിയാൽ പിന്നെ പറയണോ? അത് എന്ന് കടുന്നൂക്കത്തോടെ ചത്തു, ആത്മഹത്യ ചെയ്തു. ഇവിടെയാണ് എൻ്റെ ചിന്ത വരുന്നത്. 3 ഭൂതം ചെന്ന് കയറിയപ്പം 1 മിനിറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഒരു പന്നിക്ക്, ചത്തു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏകദേശം 12 കൊല്ലമായി ഇവൻ്റെ അകത്ത് 6000 ഭൂതം കയറിയപ്പം ഇവൻ എന്തുകൊണ്ട് ചത്തില്ല? ഇവൻ പണ്ടേ ആത്മഹത്യ ചെയ്യേണ്ടതല്ലേ? ഇവൻ പണ്ടേ വെള്ളത്തിൽ ചാടി ചാകേണ്ടതല്ലേ? ഞാൻ ഒരിക്കൽ കൂടെ നെഞ്ചിൽ കൈവച്ചു പറയുന്നു, നിന്നെ വിടത്തില്ല ദൈവം. നീ രക്ഷിക്കപ്പെടാതിരുന്ന കാലഘട്ടത്തിൽ പോലും നിങ്ങളൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഓർത്താൽ എൻ്റെ അമ്മ പറയും, നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല മനുഷ്യ, ഈ പിള്ളേരുടെ മുഖം കാണുമ്പോൾ ചാകാനും തോന്നണില്ല. ശരിയാണ്, അപ്പൻ ഇട്ടേച്ചു പോയാലും അമ്മയുണ്ടെങ്കിൽ പിള്ളേർ വളരും. പക്ഷെ അമ്മ ഇട്ടേച്ചു പോയാൽ അപ്പനെ കൊണ്ട് വളർത്താൻ ബുദ്ധിമുട്ടാ. എൻ്റെ അപ്പൻ 13 പ്രാവശ്യം നാട് വിട്ടു പോയിട്ടുണ്ട്. 13 പ്രാവശ്യം എൻ്റെ അപ്പൻ നാട് വിട്ടു പോകുന്നതും പൂച്ചയെ പുഴയിലെറിയുന്നതും രണ്ടും ഒരുപോലെ. കയറി വരും. എൻ്റെ ഒരു പുള്ളി പൂച്ചയെ എറിയുക, മഴവെള്ളം വന്നെന്ന ഇത് കയറി വരാതിരിക്കട്ടെന്നും പറഞ്ഞ് നടുക്കോട്ട് വലിച്ചെറിഞ്ഞു. ഇനി ചൂട്ടു വേണ്ടല്ലോ എന്നും പറഞ്ഞ് അതും കൂടെ എറിഞ്ഞു കളഞ്ഞു. കൂരിരുട്ട്, ഭയങ്കര മഴ. തിരിച്ചു വരുമ്പോൾ ഒരു 4 കവലിലെത്തി. വനമേഖലയായതുകൊണ്ട് സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയണ്ടേ? കൂരിരുട്ടല്ലേ, ചൂട്ടും എറിഞ്ഞു കളഞ്ഞു. അന്നൊരു ഇടിമിന്നുന്ന സമയത്ത് വഴി മനസ്സിലാക്കി പോകാമെന്ന് കരുതി നിന്നപ്പോൾ ഒരൊറ്റ ഇടി മിന്നിയപ്പം പുള്ളിയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ പൂച്ച നിൽക്കുന്നു. പൂച്ച മ്യാവു മ്യാവു എന്ന് പറഞ്ഞു. അതിൻ്റെ പുറകെ പുള്ളി വീട്ടിലെത്തി. കണ്ടോ? ഇത്രയുള്ള കാര്യം. അപ്പൊ അപ്പൻ നാട് വിട്ടു പോകുന്നതും പൂച്ചയെ പുഴയിലിരുന്ന് ഒരുപോലെ. അപ്പൊ ഞാൻ വിചാരിച്ചു ആ സ്വഭാവം ഞാൻ ഒറ്റ പ്രാവശ്യമായി വീട് വിട്ടു. 45 വർഷമായി അവിടെ ഇട്ട് കയറിയിട്ടില്ല. അപ്പൻ ചോദിച്ചു, ഞാൻ ഇറങ്ങുമോ നീ ഇറങ്ങുമോ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഇറങ്ങിയാലും പിന്നെ ഞാൻ വരുമല്ലോ, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാനിറങ്ങി. ഒരു മോനല്ലേ ഉള്ളൂ. ഞാനിറങ്ങി. എൻ്റെ സഹോദരിമാരെയും അമ്മയുടെ അമ്മയൊക്കെ ഇട്ടിച്ച് ഞാനങ്ങോട്ട് ഇറങ്ങി. 45 വർഷമായി കയറിയിട്ടില്ല മക്കളെ ആ വീട്ടിൽ. എന്നാലും ഒരു ദോഷവും വരുത്താ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, അമ്മ രക്ഷിക്കപ്പെട്ട് കേട്ടോ. എൻ്റെ അമ്മ ശോശാമ്മ രക്ഷിക്കപ്പെട്ട് വീട്ടിലുണ്ട്. സ്ട്രോക്കൊക്കെ വന്ന് കിടക്കുകയാണ്. അപ്പൻ മരിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ പണ്ടേ തൂങ്ങിച്ചത്തേനെ. പിള്ളേരെ ഓർത്തിട്ടൊന്നുമല്ല ശോശാമ്മേ ചാകാതിരുന്നത്.
നിങ്ങളൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടോർത്താൽ 10 പ്രാവശ്യം കൈലിയിൽ ഒരു ഫ്യൂററാളിൽ നീ പണ്ടേ ജീവിതം തീരേണ്ടതാ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ തീരേണ്ടതാ. പിന്നെ എന്താ തീരാത്തെന്നറിയാമോ? അറിയാമോ? ഉത്തരം പറയാം. നീയൊക്കെ രക്ഷിക്കപ്പെടുമെന്ന് കണ്ട ദൈവം, സനാതനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നിന്റെ പേര് കണ്ട ദൈവം. യേശു പറഞ്ഞു, ഞാൻ ഗദരദേശത്തേക്ക് അവരുടെ ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വരുമ്പം നിന്റെ വിടുതലിന്റെ ദിവസമായിരിക്കുമെന്ന്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഓടിച്ച വണ്ടിയുടെ ദൂരമോർത്താൽ 10 പ്രാവശ്യം പാണ്ടി ലോറിക്കടിയിലൊക്കെ പടക്കം പൊട്ടേണ്ടതുപോലെ പൊട്ടേണ്ടതായിരുന്നു. 1000 പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു. നിന്നെ ഒരു മരണത്തിനും വിട്ടുകൊടുക്കാതെ, ഒരു പാണ്ടി ലോറിക്കും നിന്നെ പടക്കം പൊട്ടാൻ വിട്ടുകൊടുക്കാതെ തടഞ്ഞു മാറ്റി, വകഞ്ഞു മാറ്റി, പിടിച്ചു മാറ്റി 2026 ഈ മാസം വരെ നിന്നെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്നാണെന്നറിയാമോ? ഈ യോഗത്തിന് നീ വരുമെന്നും യേശു വരുമെന്നും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് രാത്രി യേശു തരുമെന്നും അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തേ, ഈ യോഗം അരുൺകുമാർ ചുമ്മാ വെച്ചതല്ലെന്ന് നിനക്ക് വേണ്ടി സംഘടിപ്പിച്ച യോഗമാണിത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർപ്പടിച്ചു ഇന്ന് രാത്രി പറയണം, യേശു വന്നാൽ നിലവിളി മാറിപ്പോകും. യേശു എന്ന് നിലവിളി മാറി. ഇന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് അറിയാനൊക്കെ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്കൊക്കെ ഇപ്പോൾ ഒരു വീടും ഒരു വാഹനവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ ഞങ്ങളുടെ ഭാഷന്മാരുടെ കാര്യമൊക്കെ ഓർക്കുമ്പം എനിക്ക് ചിലപ്പോൾ ഭയങ്കര സങ്കടം വരും. ഞാൻ ഉപദേശിമാരുടെ കൂടെ താമസിക്കുന്ന ആളാണല്ലോ, ഓരോ വീട്ടിൽ കിടക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ മടി കാണിക്കാറുണ്ട്. സ്തോത്രം. എന്നാലും പറയട്ടെ, ഇത്ര സന്തോഷത്തോടെ വേല ചെയ്യുന്ന ഈ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഈ ദേശത്തോട് ഞങ്ങൾ പറയുകയാണ്, യേശു വരട്ടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക്. നിങ്ങളുടെ നിലവിളി മാറും. യേശു വന്നതുകൊണ്ട് നിലവിളി മാറിയവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിക്കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. യേശു വന്നതുകൊണ്ട് പേര് മാറി. എന്താ പേര് മാറിയത്? പേര് മാറി എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ മതപരമായിട്ട് പേര് മാറ്റിയ കാര്യമൊന്നല്ല കേട്ടോ പറയുന്നത്. നിന്റെ പേരെന്താ? ഒരു ചോദ്യം. അവൻ്റെ പേര് യേശുവിന് അറിയാമേലേ? അറിയാം. ഒരാളുടെ പേര് ചോദിച്ചിട്ട് വേണം അറിയാനായിട്ട്. ഒരുത്തൻ മരത്തെ കയറിയിരിക്കുന്നു. താഴെ വന്നപ്പോൾ യേശു എന്തോ വിളിച്ചു അവനെ? മരത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, സക്കായി കയറിയ മരം, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ അറിയാവുന്ന. അപ്പം ഇനി മരത്തെ കയറണോ യേശുവിൻ്റെ പേരറിയാൻ? വേണ്ട, താഴെ ഇരുന്നാലും അറിയും. നഥനയേലേ, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു. എന്താ? മേലിരിക്കുന്നതിൻ്റെ പേരും അറിയാം, താഴെ ഇരിക്കുന്നതിൻ്റെ പേരും അറിയാം. ഈ യോഗത്തിൽ വന്നവൻ്റെ പേര് യേശുവിനറിയാം. വന്നില്ലേലും നിങ്ങളൊക്കെ കുറ്റം പറയുന്നുണ്ടെന്നിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന നിങ്ങളുടെ വീട്ടിൻ്റെ പിന്നെ കോലായിരിക്കുന്ന നിങ്ങളുടെ പേരും യേശുവിന് അറിയാമോ? എല്ലാവരുടെ പേരും യേശുവിന് അറിയാമെന്ന്. പിന്നെന്താ പേര് ചോദിച്ചത്? ഇവൻ നേരെ വല്ലതും പറയോ? 3 തരത്തിലാണ് ആളുകൾക്ക് പേരിടുന്നത്. ഒന്ന്, അപ്പനും അമ്മയും ഇട്ട പേര്. അതാണ് ഞങ്ങൾക്കൊക്കെ ഇട്ടത്. പണ്ടൊക്കെ നീളമുള്ള പേരാണ്. അങ്ങനെ ഈ ശ്രീ പത്മനാഭസ്വാമി അങ്ങനെ നീളമുള്ള പേരാണ്. ചിത്തിര തിരുനാൾ മഹാരാജ് നീളമുള്ള പേരാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് പേരായി. 4 അക്ഷരം എലിയാമ്മ, മറിയാമ്മ, അങ്ങനെ 3 അക്ഷരം അന്നമ്മ, ചിന്നമ്മ, പൊന്നമ്മ. 2 അക്ഷരം ജോയി, ലില്ലി, ബീന, എൻ്റെ വീട്ടിലെ പിള്ളേരാ. പിന്നെ 1 അക്ഷരം ജാം, ഷ്യാം. അങ്ങനെ ഇപ്പം വീണ്ടും പഴയ സിസ്റ്റത്തിലേക്ക് വന്നു. ഒരുപാട് പേരായി ഇപ്പം ചോദിക്കുമ്പോൾ. ഞങ്ങൾക്ക് തന്നെ ഒരു പാസ്റ്റർ വെച്ചു, എൻ്റെ പേരെന്ത് പാടി? അന്ന റോസ് വയലറ്റ് മറിയ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പലരാകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായി. ചത്തുപോയ മുഴുവൻ അമ്മമാരുടെയും പേരുണ്ട്. ഏതൊരു പേരിടണ്ടേ? ഒരുപാട് പേരാണ് ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, അവരുടെ ഇഷ്ടം പോലെയൊക്കെ വിളിക്കട്ടെ. മാതാപിതാക്കൾ ഇട്ട പേരാണ് ഒന്നാമത്തെ പേര്. എൻ്റെ മൂത്ത ചേച്ചിക്ക് അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇടാ ഒരു പെങ്കൊച്ചുണ്ടായി, പേരിട്. ഞാൻ പറഞ്ഞു, എന്ത് പേര്? എൻ്റെ പേരിൻ്റെ ഒരക്ഷരവും അളിയൻ്റെ പേരിൻ്റെ അക്ഷരവും. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പേരിടാൻ പറ്റുമോ? നിനക്ക് വട്ടാണ്. അങ്ങ് ഇടാ, നീ വലിയ പ്രാസൊക്കെ ഒപ്പിച്ച്. ഞാൻ പറഞ്ഞു, അപ്പോൾ അവളുടെ പേര് ലില്ലി, അളിയൻ്റെ പേര് ജോയി. അതും ജോയി എന്നാ, ഫ്രാൻസിസ് ജോയി. ഞാൻ പറഞ്ഞ കാര്യം രണ്ടും കൂടെ ഓരോ അക്ഷരം വിട്ട് ജോലി എന്നിട്ടോളാൻ പറഞ്ഞു. പെട്ടെന്ന് ജോലി കിട്ടി കൊടുക്കും.
അപ്പോൾ ഞാൻ കളിയാക്കുകയാണോ? ഞാൻ പറഞ്ഞു പിന്നെ ഒരക്ഷരം വേണ്ടി ഇടാൻ. എന്തായാലും പിന്നെ തിരിച്ചിട്ട് ലിജോ, അതാ എൻ്റെ പേര്. അപ്പൊ രണ്ടാമതൊരു പെങ്കൊച്ച് എന്നോട് പറഞ്ഞു ഇതിനും പേരിടുക. ഞാൻ പറഞ്ഞാൽ ഞാനൊരു തിക്കുറിശിയോ മൊത്തം പേരിടാൻ? നിങ്ങൾ നിങ്ങളുടെ പിള്ളേർക്ക് പേരിട്. നമ്മുടെ ആൾക്ക് അങ്ങനെ കുഴപ്പമാ. അപ്പൻ്റെ പേരിൻ്റെ ഒരക്ഷരം, അമ്മയുടെ പേരിൻ്റെ എവിടെയാണ് ജീവിക്കുന്നത്? അങ്ങനെയൊക്കെ എല്ലാ പേരും ഒക്കുവോ? പത്രോസ് ശലോമിയെ കല്യാണം കഴിച്ചിട്ട് രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം കൊച്ചിനിട്ടു പശ. മാർട്ടിൻ അന്താരാഷ്ട്ര നിലവാരമുള്ള പേരാണ്. ക്രിസ്റ്റീന ഒട്ടും മോശമല്ല. രണ്ടുപേരുടെ കല്യാണം കഴിച്ച് ആദ്യത്തെ അക്ഷരം കൊച്ചിനിട്ടാൽ അതിന് ഏത് വർഗത്തിൽപ്പെടുത്തും? സ്കൂളിൽ ചെല്ലും എന്താ പേര്? മാക്രി. അതിന് പിന്നെ അവിടെ പഠിക്കണോ? ഈ കോപ്രായങ്ങളെ കാണിക്കാൻ നടക്കാതെ. ഒരാൾ എന്നോട് പറഞ്ഞു നിമി, സിമി, ജിമി. അപ്പം നാലാമതൊരു പെങ്കൊച്ചുണ്ടാകുകയാണെങ്കിലോ? ഞാൻ പറഞ്ഞു പേരിട്. പെങ്കൊച്ചാണെങ്കിൽ എൻ്റെ രണ്ടു മുമ്പ് പേരിട്. അല്ല മീ വരണം. ഞാൻ പറഞ്ഞു കൃമി നിട്ടോളാൻ പറഞ്ഞു. നമ്മൾ ഈ ലോകക്കാർ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും പിറകെ പോകാതെ വേദവസരം ഇഷ്ടം പോലെ പേരുണ്ടല്ലോ, അങ്ങ് ഇടാ. ഞാൻ പിള്ളേർക്കാണ് ഇട്ടത് പെർസിസും ബ്രേസിയും അല്ല മുത്തും പവിഴും അല്ല ദൈവത്തിന് സ്തുതിയോ അങ്ങനെ അങ്ങ് ഇടാ. ഇരിക്കുന്നുണ്ടോ? എന്തുവാ മാത്യു? ലോകത്ത് എവിടെ ചെന്നാൽ ആ പേരുണ്ടാവുമെന്ന് അല്ലേ? എവിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള പേരാണെന്ന്. ആട്ടെ, അപ്പം അമ്മമാരിട്ടൊരു പേര് അങ്ങനെ കിടക്കട്ടെ. ചിലവർക്ക് ഇഷ്ടമല്ല അപ്പനമ്മയുടെ പേരൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. എൻ്റെ മക്കളെ അവരുടെ വിദ്യാഭ്യാസമൊക്കെ അനുസരിച്ച് അങ്ങ് ഇട്ടു, അതവിടെ കിടന്നോട്ടെ. അവർക്ക് ഇച്ചിരി വിദ്യാഭ്യാസം കുറവായിരിക്കും, കാണാൻ ഇച്ചിരി ഭംഗിയെ കുറവായി. അതൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. ഇത് അവരുടെ കാലവും പ്രായമല്ലയോ? ഞാൻ പ്രസംഗിക്കുന്ന പോലെ ചിലക്ക് പ്രായം കഴിഞ്ഞാൽ അപ്പനമ്മേനെ ഇഷ്ടമല്ല. ഇപ്പം എൻ്റെ അമ്മ കാണാൻ ഒരു ഭംഗിയില്ല. ഇപ്പം എന്താ കാര്യം? സ്ട്രോക്കും വന്ന് ഞാൻ ഇപ്പം മുടിയും വെട്ടി അങ്ങനെ ഇരിക്കുക. പക്ഷെ അമ്മയുടെ ചെറുപ്പത്തിൽ ഫോട്ടോകൾ ഞാൻ കിടുങ്ങിപ്പോയി. എന്താ കാര്യം? നല്ല സുന്ദരിയായൊരു സ്ത്രീ. അപ്പോൾ പിള്ളേരെ ഓർത്തോളണം, നമ്മുടെ പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കാൾ ഗ്ലാമർ ഉണ്ടായിരുന്നു. ആരും മിണ്ടുന്നില്ല. തെളിവ് ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. എന്താ തെളിവ്? നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ കാരണന്മാർക്ക് നിങ്ങളെക്കാൾ ഗ്ലാമർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഓഞ്ഞ മോന്ത കിട്ടിയത്. മനസ്സിലായോ? അല്ലെങ്കിൽ പണ്ട് ഇതൊക്കെ ഇത്രയും കിട്ടാൻ കാര്യം അവരാണെന്നേ. അവരെ ഓർത്തൊരു സ്വോത്രമൊക്കെ ചെയ്യണമെന്ന്. അവിടെ കിടക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ പേരറിയാമോ നിങ്ങൾക്ക്? ഈ അപ്പനും അമ്മ ഇട്ട പേരിനനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാരൊരു പേരിടും. കോടാലി ശ്രീധരൻ കേട്ടിട്ടുണ്ടോ? വെട്ടുകത്തി സുരേഷ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്താ അങ്ങനെ ഇടാൻ കാര്യം? നിങ്ങൾ പറ, എന്താണ് അങ്ങനെ ഇടാൻ കാര്യം? സ്വഭാവമാണ്. അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിലും പള്ളിയിലിട്ട പേരൊന്നും അല്ലാതെ. കള്ളുകൂടിയ മത്തായി നാട്ടുകാരുടെ പേരാണോ? അല്ല. അവനിട്ട പേര് മത്തായി, ദൈവത്തിന്റെ ദാനം. അവൻ കള്ളുകുടിച്ച് നടക്കുന്നുണ്ട്, കള്ളുകൂടിയ മത്തായി എന്ന് പേരിട്ട്, അത്രയേ ഉള്ളൂ. എൻ്റെ കത്തിയും വെച്ചോണ്ടാ സുരേഷ് നടക്കുന്നത്. അപ്പൊ പുള്ളിക്ക് വെട്ടുകത്തിയ സുരേഷ്. ഓരോ സ്വഭാവം അനുസരിച്ചല്ലേ പേരിടുന്നേ. ആ പേര് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അതെങ്ങനെയാ മാറ്റുന്നേ? എൻ്റെ അപ്പന് ഇരട്ട പേരുണ്ട്. ഇത്രയും കേസും പ്രതിയല്ലേ. എൻ്റെ അപ്പൻ്റെ പേരെന്നറിയാമോ? മിന്നൽ ചാക്കപ്പൻ. പുള്ളി എവിടെ അടിയോടും ചാടി മിന്നൽ പോലെ വീഴും. പുള്ളി ജയിക്കും. 2 കളറിട്ടിരുന്ന ആളാ. 2 ചെറുതാരങ്ങ ഇവിടെ കയറ്റി വെക്കും. ഒമ്പമേശ ഇടയ്ക്ക് 2 ചെറുതാരങ്ങ കയറ്റി വെക്കും ഇവിടെ. ആ ഫോട്ടോ ഒക്കെ ഞങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടെന്നേ. അപ്പോൾ എന്നാ സാധനം? പുള്ളിക്ക് ഇതെങ്കിലും ചെലവാക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് എവിടെ അടി കണ്ടാലും ചാടി വീഴും. പണ്ടത് ഇടിക്കെട്ടി ഉറുമയ്ക്കാണ് പുള്ളിയുടെ സ്റ്റൈൽ. അപ്പൊ നാട്ടുകാർ പേരിട്ടെന്തോന്ന്? മിന്നൽ ചാക്കപ്പൻ. ഈ ഇരട്ടപ്പേരുള്ളവർക്ക് ആ പേര് വിളിക്കുന്നത് ഇഷ്ടമല്ല, അതറിയാമോ? ഒരിക്കൽ എൻ്റെ നാട്ടിൽ ഒരുത്തൻ പാറപണി പഠിക്കാൻ വന്നു. അപ്പൻ്റെ അടുത്ത് വരുന്ന അപ്പന് കൂടോത്രം, മന്ത്രവാദം എല്ലാം അറിയാം. കൺകെട്ട് വിദ്യ, കണ്ണ് കെട്ടിക്കൊണ്ട് തമരടിക്കും, പല പരിപാടി, ഹസ്തരേഖ, പിന്നെ എല്ലാം അറിയാം. വീട്ടിലൊക്കെ ചെയ്യും. കടമറ്റത് സേവ അടക്കമുണ്ട് വീട്ടിൽ. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അപ്പനോട് ആ പുള്ളി ചോദിച്ചു, ചേട്ടാ എന്തോ മിന്നൽ ചാക്കപ്പൻ്റെ വീട് ഏതാണ്? എൻ്റെ അപ്പനോട്. അവന് ഇടിയും മിന്നലും നാദവും അകമ്പടിയായി ഉണ്ടായി. പോയ വഴി പുല്ല് കുളച്ചിട്ടില്ലേ? എൻ്റെ നാട്ടിൽ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുക, ഏറ്റവും കൂടുതൽ ആളുവരെ കേട്ട. അത് വേറൊരു സ്ഥലം. സാധാരണ പ്രവാചന ഉപദേശ ബഹുമാനം ഇല്ലെന്താ? എനിക്ക് നേരെ തിരിച്ചാ. എന്നെ മാനിക്കുന്നവനെ ഞാൻ ചെന്നപ്പോൾ ഇതുപോലെ കൂടുതൽ കസേര ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൊച്ചു ചോദിക്കുക, പപ്പാ ഇന്നലത്തേക്കാ കൂടുതൽ. എടാ ഇന്ന് ജോയി മാറെങ്കിൽ പാസ്സാടാ വരുന്നേ. അതാരാ? അപ്പോഴേക്കും ഞാൻ ചെന്നിറങ്ങി. അപ്പോൾ പുള്ളി പറഞ്ഞു, പാസ്സേ പ്രൈസിലോ നേരത്തെ വന്നല്ലോ. ഞാൻ പറഞ്ഞു, നമ്മുടെ നാടല്ലയോ, നേരത്തെ വന്ന ആ ശരി. അപ്പോൾ ഈ പയ്യ ചോദിക്കുക, ഇതാരാ? അവൻ പറഞ്ഞു, ഇതാണ് ജോയി പാറക്കൽ. അതാരാ? എടാ ഇന്ന് പ്രസംഗിക്കുന്ന ആളാണെന്ന്. ആ നീ അറിയത്തില്ലേ? ഇല്ല അറിയത്തില്ല. എടാ ഇവിടെ അടുത്തുള്ള ആളാണ്. ഏതാള്? എടാ ചാക്കപ്പൻ ചേട്ടൻ്റെ മോനാണ്. ഏത് ചാക്കപ്പൻ ചേട്ടൻ? അവനറിയത്തില്ല. അപ്പൊ ഇയാൾക്ക് പറയണമെന്നുണ്ട് മിന്നൽ ചാക്കപ്പൻ്റെ മോനാന്ന്. ഞാൻ നിൽക്കണ കാരണം പുള്ളി പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ ഉരുകുക.
ഇവിടെ ഇപ്പൊ ജനിക്കുന്ന പിള്ളേർക്ക് വേണ്ടി അപ്പന്റെ പേരറിയാം. കാരണം പുള്ളി ഇപ്പൊ വീരപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലയോ? കണ്ടാച്ചാണ് അറിയുന്നത് എന്ന് പറഞ്ഞോളെ. എൻ്റെ അപ്പൻ്റെ നാട്ടിൽ കാക്കുപ്പി ചാരായും പാറ്റയുണ്ട്. ഞാനാ പോയി അവിടെ ചെന്നാ അടിച്ച് പൊളിക്കൊണ്ട് ചെന്നാ മതി. പുള്ളിക്ക് ഇവിടെ കൊണ്ടു കൊടുക്കും, ഞാനാ കൊണ്ടു കൊടുക്കുന്നേ. അപ്പൊ ഈ പുള്ളി പരിങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, എടാ മോനെ മിടുക്കനാണല്ലോ, നീ മിന്നൽ ചാക്കപ്പെന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ആ ഹാസോട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു വലിയ അറിയപ്പെടുന്ന ഒരു ഭയങ്കര തമ്പിത്തല്. കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ മോനാണ് ഞാൻ. ആണോ? അന്ന് അത് പറയണ്ടേ? അവന് കാര്യപ്പെട്ടത് മനസ്സിലായി. എൻ്റെ അപ്പം മരിച്ചിട്ട് 10-30 കൊല്ലായി, അറിയാമോ? പേര് മാറിയിട്ടുണ്ടോ? പാസ്സായിട്ടാ മരിച്ചേ. ആരെങ്കിലും പറയുമോ പാസ്റ്റർ ജാക്കബ് എന്ന് പറയുമോ? നാട്ടുകാർക്കൊരു കുഴപ്പമുണ്ടെന്നേ. എന്നാ കുഴപ്പം? നാട്ടുകാർ പേരിട്ടാൽ അത് മാറ്റുകയില്ല. മനസ്സിലായോ? ആഞ്ഞിലി നിൽക്കുന്ന പറമ്പിനിട്ട പേര് ആഞ്ഞിലിക്കുടി അവറാച്ചൻ. പെങ്കുച്ചു വളർന്നപ്പോൾ അത് 2 ലക്ഷം രൂപയ്ക്ക് തടി വിറ്റെന്ന്. അപ്പൊ പറയാ, കുറ്റി അവിടെ ഉണ്ടല്ലോ, കുറ്റി ആഞ്ഞിലിക്കുടി അവറാച്ചൻ. ഒരു JCB കൊണ്ടുവന്ന കുറ്റിയോ മൂടോടെ വീഴുന്നപ്പോ ഒരു കുഴി, അപ്പൊ കുഴി ആഞ്ഞിലിക്കുടി അവറാച്ചൻ. 2 ബംഗാളിയെ വിളിച്ചു കുഴി അങ്ങോട്ട് മൂടിയപ്പോഴും വിട്ടില്ല. കുഴി മൂടി ആഞ്ഞിലിക്കുടി അവറാച്ചൻ. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എന്റെ പൊന്നച്ചാ, നിനക്ക് നാട്ടുകാർ പേരിട്ടാൽ, കള്ളൻ, കൊലപാതകൻ എന്തെങ്കിലും പേരിട്ടാൽ നീ ചത്താലും മാറിയേലെന്ന്. എന്റെ അപ്പം മരിച്ചിട്ട് 30-35 കൊല്ലമായി. ഇപ്പോഴും നാട്ടിൽ ചെല്ലുമ്പം അപ്പന്റെ പഴയ പേര് അറിയപ്പെടുന്നേന്ന്. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ 3ാമതൊരു പേര് അവതരിപ്പിക്കുകയാണ്. 1ാമത്തെ പേര് മാതാപിതാക്കൾ ഇട്ട പേര്, 2ാമത്തെ നാട്ടുകാരിടുന്ന പേര്, 3ാമത്തെ പേര് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അങ്ങനെ പേര് മാറിയവരുണ്ടെങ്കിൽ 2 കരവും ചേർത്ത് പറ, ദൈവത്തിന്റെ മക്കളാകുമോ? സമുദായം അധികാരം നൽകുകയില്ല, ഗസറ്റഡ് ഓഫീസർ അധികാരം നൽകുകയില്ല, എന്നെ യേശു അധികാരം നൽകും. ദൈവത്തിന്റെ മക്കളെന്ന് അധികാരം നൽകിയിരിക്കുന്നെന്ന്. നാട്ടിൽ ഞാനിപ്പം ചെല്ലുമ്പോഴേ ഞാൻ തന്നെ കരയും. എൻ്റെ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എഴുന്നേറ്റിട്ട് മടിക്കുത്ത കഴിച്ചിട്ട്, മോനെ എന്നെ ജോയിന്ന് വിളിക്കാമോ? അതോ എനിക്ക് ആ ഒരു വിളി അത് കേൾക്കുമ്പം എൻ്റെ കണ്ണ് നിറയും. കാരണം എന്നെയൊക്കെ അങ്ങനെ വിളിച്ചിരുന്ന ആൾക്കാരല്ലേ. ഞാൻ പഠിക്കാനൊക്കെ ഇച്ചിരി മോശമായിരുന്നു. ഒരു സഹോദരിയുടെ മകനെ കഞ്ചാവലി നിർത്താൻ വേണ്ടി നാട്ടിൽ കൊണ്ടുവന്നാക്കി. ഞാൻ അവനും കൂടെ പിന്നെ കഞ്ചാവലിക്കുന്നത്. വയസ്സ് 10ാം ക്ലാസ്സിൽ പോലും എത്തിയിട്ടില്ല. നാട് വിട്ട്, അപ്പൻ്റെ മോനാണല്ലോ. ഞാനും അവനും കൂടെ നാട് വിട്ട്. പിള്ളേർ പോയ ചെമ്മീൻ ചാടി അവിടം വരെ ചാടും. ഞങ്ങൾ 2 വണ്ടി കയറി പെരുമ്പാവൂർ വരെ എത്തി. ഉച്ച കഴിഞ്ഞ് പുഷ്പാത്തിയുള്ള മാറ്റിന് കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൻ്റെ അമ്മ നിൽക്കുന്നു. കൈയോടെ പിടിച്ച് അവനെ സ്നേഹവായ്പോടെ കൊണ്ടുപോയി. എന്നോട് പറഞ്ഞൊരു വാക്കെന്നാന്നറിയാമോ നിങ്ങൾക്ക്? എടാ മുടിഞ്ഞവനെ, ഞാൻ ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ വന്നത് ഇവൻ്റെ കഞ്ചാവലി നിർത്താൻ വേണ്ടി. നീ അവനെയും കൊണ്ട് നടന്ന് അടുത്ത വധം കേട്ടോളം കേട്ടോ. ഞാൻ ഈ മൈക്കിക്കിടയിലേ പറയുന്നേ. നീ ഒരു കാലത്തും ഗുണം വരത്തില്ലെന്ന് പറഞ്ഞു. ഒരു പെറ്റമ്മയുടെ വേദനയൊന്നും എനിക്ക് അറിയാൻ പാടില്ല പാസ്റ്റർ. ഞാൻ കൊച്ചെറുക്കനല്ലേ, എന്തോ അറിയാനാ. വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ സുവിശേഷ പ്രസംഗകനായി. എൻ്റെ നാട്ടിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ ചെല്ലുകയാണ്. ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ കുറേ പേരിങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കും. ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. പ്രാർത്ഥിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു പയ്യൻ നിൽക്കുന്നു. അവൻ്റെ തലയിലോട്ട് കൈവച്ചപ്പം ആ അമ്മ എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓർമ്മ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇന്നയാളുടെ അമ്മയാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല മൈക്കിൽ കൂടെ. പെട്ടെന്ന് എൻ്റെ അകവാള് വെട്ടി. കാരണം വർഷങ്ങൾക്ക് മുൻപ് പെരുമ്പാവൂർ ടാർട്ടർ റൂട്ടിൽ നിന്നുകൊണ്ട് ഈ അമ്മ എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞാണ്, നീ ഒരു കാലത്തും ഗുണം വരത്തില്ലെന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ വേലക്കാരനായി. ഞാൻ ചുമ്മാ ചോദിച്ചു, ഈ കൊച്ചേതാ? നിൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ്. അവനെന്തേ? അവനിപ്പോഴും അവിടെ ഇങ്ങനെ തല്ലിപ്പൊളിയായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അടുത്ത പദമാണ് മാത്യുരാസർ പാഷൻ്റെ ചങ്ക് തകർത്തത്. ഇവൻ നിന്നെ പോലെയാകാനൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടുറൂട്ടിൽ വെച്ച് നീ ഒരു കാലത്തും ഗുണം വരത്തില്ലെന്നൊരമ്മയുടെ വേദനയോടെ വരും. ഞാനൊരു കുറ്റം പറയത്തില്ല. പക്ഷെ എൻ്റെ യേശു എന്നെ മാനസാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, ഈ പുസ്തകം ദൈവം എൻ്റെ തൈലോട്ട് വെച്ച് തന്നു കഴിഞ്ഞപ്പോൾ,
ആ അമ്മ എന്നോട് പറയുകയാണ്, ഈ കുഞ്ഞ് നിന്റെ കൂട്ടുകാരന്റെ മോനാണ്, ഇവൻ നിന്നെ പോലെയാകാൻ. യേശു ഡ്രസ് മാറ്റും ദൈവമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങളങ്ങനെ കാശുള്ളവരൊന്നുമല്ല ഇപ്പോഴും, പക്ഷെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന സന്തോഷമുണ്ട്. എൻ്റെ നാട്ടിലെ യോഗം വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾ വരുത്ത് ഞാൻ പ്രസംഗം ചെയ്യാൻ എന്നാന്നേക്ക് പിടി കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട്ടിലോട്ട് യേശു വന്നപ്പം എന്ത് മാറ്റം നിങ്ങൾക്കറിയാമോ? അറിയാം. കടമറ്റത്ത് സേവ ഉണ്ടായിരുന്ന വീട്, സകല ബാധകളും ഭൂതങ്ങളും കൂടിയിരുന്ന വീട്, ഉപദേശം നടക്കലിൽ കാലുകുത്തിയപ്പോൾ അടുക്കളയിൽ കഞ്ഞിക്കലം മറിഞ്ഞു. അറിയാമോ? ഇന്ന് രാത്രിയിൽ യേശു നിന്റെ വീട്ടിലോട്ട് വരട്ടെ. ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ കാലുകുത്തട്ടെ. അന്ത്യകാലത്തെ അന്ത്യക്രിസ്തുവാണെന്നും പറഞ്ഞ് മാറ്റി നിർത്താതെ നിന്റെ അടുക്കളക്കകത്ത് വരെ കുടിയിരിക്കുന്ന ദുർഭൂതങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ ഇന്ന് രാത്രി സുവിശേഷം കയറി ചെന്നാൽ തകർക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി യേശുവിനെ വീട്ടിനകത്തോട്ട് കയറ്റ്. സ്തോത്രം. നമ്മുടെ പേര് മാറ്റുന്നവനാണ് കർത്താവ്. മൂന്നാമത്തെ ചിന്ത, നഗ്നത മാറ്റുന്നവനാണ് കർത്താവ്. എനിക്ക് നാലാമത്തെയും കൂടെ പറഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ആദാം നിമിത്തമാണല്ലോ നഗ്നനായി മാറിയതല്ലേ? അതാ നിമിത്തമാണ് നഗ്നനായി മാറിയത്. ഞാനൊരു ചിന്ത പറഞ്ഞ ആ ഭാഗം പെട്ടെന്ന് അവസാനിപ്പിക്കാം. മനുഷ്യനെ ഈ നഗ്നത മാറ്റാൻ ദൈവം ഒരു തുണി ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചു. തോലൊക്കെ പോകട്ടെ, നീതി വസ്ത്രം നെയ്തെടുക്കണം. ആദാം കയറിയ ആ മരവും പാമ്പ് കയറിയ മരമൊക്കെ അറിയാമല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കാം, ശ്രദ്ധിച്ചോളൂ, സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. ആദാം മരത്തിന്റെ മറവിൽ പോയി നിൽക്കുക. നീ എവിടാടാ മരത്തിന്? എന്നാ പറ്റി? എന്നെ കുഴപ്പമുണ്ടായി. ഈ മരമാണ്, മരത്തിൽ മറ്റേ പുള്ളി ഇരിപ്പുണ്ടാവും, ഭാവന. ഈ മരമാണ് ദൈവത്തെയും ആദാമിനും തമ്മിൽ ഇടയ്ക്കൊരു പ്രശ്നം. ആ മരം ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പടുകൂറ്റം വൃക്ഷമാണ്. ആ മരത്തെ മൂടോടെ വെട്ടിമാറ്റാൻ ദൈവം ചെയ്ത പ്രവൃത്തി നോക്കണം. നല്ല അവനെ മരവും മനുഷ്യനും ദൈവം തമ്മിൽ ഇടയ്ക്ക് നിൽക്കുന്ന മരത്തെ മാറ്റണ്ടേ? നിങ്ങൾ എൻ്റെ ഭാവനയാണേ. 4000 കൊല്ലം കൊണ്ട് ദൈവം ആ മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുകയാണ്. പണ്ടൊക്കെ അങ്ങനെ മരം മുറിക്കല്ലേ? ഇപ്പോഴാ ലേറ്റസ്റ്റ് മോഡൽ. 18ലധികം ന്യായാധിപന്മാരും 41ലധികം രാജാക്കന്മാരും കാലഘട്ടത്തിന്റെ യുഗപ്രഭാവ വീരന്മാരായ ഭക്തശിരോമണികളും മഹാപുരോഹിതന്മാരും പ്രവാചകന്മാരും എന്ന ശിഖരം വെട്ടിമാറ്റി. ഇനി എന്നെ മൂടോടെ താഴെ ഇടണം, ചെത്തി അതിനെ മിനുക്കണം. യേശുവിൻ്റെ വരവ് കണ്ടോ? എഞ്ചിനീയർ ആയിട്ടല്ലെന്നേ വന്നത്, മരാശാരിയായിട്ടാണെന്നേ വന്നത്. ഇവിടെ വന്ന് 30 വർഷം കൊണ്ട് ഒരു മുഴക്കോലും 2 വീതുളിയും ഒരു കൊട്ടുപടിയൊക്കെ ആയിട്ട് നടന്ന് ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നു. 30 കൊല്ലം കൊണ്ട് ഈ സാധനത്തെ വെട്ടിച്ചെത്തി ചിന്തേറിട്ട് 220 പൗണ്ട് തൂക്കം വരുന്ന 8 അടി നീളവും 4 അടി വീതിയും വരുന്നൊരു പൈൻമര കുരിശാക്കി മാറ്റി. പീലാത്തോസിന്റെ കൽത്തല മുതൽ കാലൂര വരെ ചുമക്കുകയാണ് അവൻ. 14 സ്ഥലത്തെങ്കിലും വെച്ചും പിറങ്ങലിച്ചും വീടും എഴുന്നേറ്റും ലോകം തുപ്പിമർദ്ദിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവരി കുന്നിലേക്ക് നടത്തി 6 ഇഞ്ച് നീളമുള്ള 3 കാരിരുമ്പാണി തറച്ചപ്പൊളിച്ചു പറഞ്ഞു, ആദാമേ, മനുഷ്യവർഗമേ, ആദാമേ സന്തതികളെ, മതങ്ങൾ കെട്ടിപ്പൊക്കിയ മരത്തിന്റെ മറവിൽ ഇനി നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. നിന്നെ മറച്ച ആ മരത്തെ ഞാൻ പിറകിലോട്ട് തള്ളിയിരിക്കുന്നു, ഞാനതിനെ മാറ്റിയിരിക്കുന്നു. നിന്റെ ശാപം ഞാൻ കെട്ടടിച്ചിരിക്കുന്നു, നിന്റെ പാപം ഞാൻ ഇവിടെ ആണികൾക്ക് പിറകിലേക്ക് മാറ്റിയിരിക്കുന്നു. മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി മതത്തിന്റെ കർമ്മങ്ങൾ വിട്ട്, ആചാരങ്ങൾ വിട്ട്, ചൊല്ലും ചൊലുത്തും വിട്ട് കുരിശിന്റെ ചുവട്ടിൽ വാ. ഇത് രാത്രി മനുഷ്യവർഗത്തിന്റെ നീതിയുള്ള വസ്ത്രം നെയ്തെടുത്ത നെയ്ത്ത് ശാലയാണ് കാൽവറിയിലെ ക്രൂശ്. യേശു ജീവിച്ചിരുന്നപ്പോൾ 2 പ്രാവശ്യം വസ്ത്രമിട്ടത് കണ്ടോ നിങ്ങൾ? കെട്ടപ്പെട്ട കഴുത കൊണ്ടുവന്നപ്പോൾ വസ്ത്രം മേൽ വിരിച്ചു. കല്യാണത്തിന് ക്ഷണിച്ചവർ വന്നപ്പോൾ കല്യാണ വസ്ത്രം കൊടുത്തു. ഇന്ന് രാത്രിയിലും
ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നുവാ. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ഞു വെപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് ദൈവത്തിന് മുൻപാകെ നിർത്താൻ യേശു മതിയായവരാണെന്ന്. നാലാമത്തെ കാര്യത്തിലേക്ക് വരാം. അവൻ്റെ വീട് മാറ്റി. വായിക്കാമോ 5-ാം അധ്യായത്തിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം. ഈ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു 5-6-7 മിനിറ്റും കൂടെ ഉണ്ട്. എന്തെങ്കിലും ഞാൻ അങ്ങനെയൊന്നും മുന്നോട്ട് നീട്ടി ചോദിക്കുന്ന ആളല്ല. സമയം ഒരു മുമ്പേ നിർത്തും. പറഞ്ഞു വരുമ്പം 1-2 മിനിറ്റ് പോവുകയാണെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചൊക്കെ ഒരു 5 മിനിറ്റും കൊണ്ട് നമുക്ക് 9:20 അങ്ങ് നിർത്തും കേട്ടോ. നോക്കാം. അപ്പോൾ സൗഖ്യമായി യേശു ബാന്ധവം വന്നിച്ച് പറഞ്ഞു, യേശുവേ എന്തോ ഞാനും കൂടെ നിൻ്റെ കൂടെ പോരട്ടെ. യേശു പറയാം എന്നോട് വരണ്ട. എനിക്ക് ഈ യേശുവിൻ്റെ ചെറുനേരത്തെ സ്വഭാവം കാണുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നും. പിന്നെ കുറച്ചു നേരം ധ്യാനം ചെയ്യുമ്പോൾ മനസ്സിലാകും യേശുവാണ് കറക്റ്റ്, എൻ്റെ കൂരിക്കാ തലയ്ക്ക് പിടികിട്ടാത്തതുകൊണ്ടാണെന്ന്. അല്ല, മനുഷ്യനെ ഒന്നും മനസ്സിലാക്കണ ഒരു രീതി വേണ്ടേ? ഞാൻ നിൻ്റെ കൂടെ പോരട്ടെ. എന്നോട് മിറ്റിയ ഒരാൾ, ഞാൻ പാസ്റ്ററിൻ്റെ സഭയിൽ പോട്ടെ എന്ന് വെച്ചാൽ ഞാൻ അവനെ ഫോർച്യൂണർ വാടകയ്ക്ക് വിളിച്ച് ചാക്കിനകത്തിട്ട് കൊണ്ടുപോകും. യേശു പറയുകയാണ് എൻ്റെ കൂടെ വരണ്ട. പിന്നെ എങ്ങോട്ട് പോകണം? പല കാരണങ്ങളുണ്ട്. കാരണം നീ നല്ലൊരു മനുഷ്യനാണ്, കൂടെ ഉള്ളതെല്ലാം ഓരോരോ വകുപ്പുകളാണ്. നീ ആയിട്ട് കേടാവണ്ടെന്നായിരിക്കും ചില ഒരു ഭാഗം. അതൊന്നുമല്ല കാര്യം. നീ എങ്ങോട്ട് പോവും? വീട്ടിലോട്ട് പോവും. എന്നാ അങ്ങനെ പറയാൻ കാര്യം, മനുഷ്യനെതിരെ ചെയ്യുള്ളൂ. വീട്ടിൽ പോകാൻ പറഞ്ഞു, വീട്ടിൽ പോയില്ല, തെക്കപ്പോലിലോട്ട് പോയി. അങ്ങനല്ലേ? തിന്നരുന്ന് പറഞ്ഞാൽ അപ്പം തിന്നു. ദൈവത്തിന് യേശുവിൻ്റെ മനഃശാസ്ത്രക്കറിയാമല്ലോ. എൻ്റെ ഒരുത്തം വന്നിച്ച് പറഞ്ഞു, നീ നല്ല ഗുരുവാണ്, ആയിക്കോട്ടെ, എനിക്ക് നിൻ്റെ പുറകെ പോരണം, ആയിക്കോട്ടെ, ഞാൻ ഇപ്പം വരാം. വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മ ഇപ്പം വരാം. നിങ്ങൾ രണ്ടും കൂടെ പഠിച്ചു നോക്കിക്കോ. വീട്ടിൽ പോയിച്ച് ഇപ്പം വരാമെന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞു, വീട്ടിൽ പോകാനൊക്കില്ല, എൻ്റെ പുറകെ വാ. ഞാൻ വീട്ടിൽ പോണില്ല, നിൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞ ഭൂതകൃഷ്ണനോട് പറഞ്ഞു, എൻ്റെ കൂടെ വരാനൊക്കില്ല, മര്യാദയ്ക്ക് വീട്ടിൽ പോകും. അതാ ഞാൻ പറഞ്ഞു, ചില നേരത്ത് മുട്ടും മനസ്സിലാകില്ലല്ലോ. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം അറിയാമോ? നമ്മൾ ഈ വായു കൊണ്ട് പറയുന്നതല്ല യേശു നോക്കുന്നത്, ഹൃദയത്തിനകത്ത് ഇരിക്കുന്നതാണ് നോക്കുന്നത്. അവൻ വീട്ടിൽ പോയി ചെക്ക വരാന്ന് പറഞ്ഞാണ്ടല്ല, പോയ വഴി പുല്ല് മുളക്കുകയില്ല. നമ്മൾ ഡിസംബർ 31 മാനസാന്തരപ്പെടുന്ന പോലെ കണ്ടിട്ടില്ലേ? അയ്യോ, ഒരു കാല് ഇല്ലല്ലേ, ചില സ്ഥലത്തൊക്കെ ഒരു കാല് എടുത്ത് വെച്ച് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ചോദ്യം, മറ്റേ കാലം എവിടാന്നാ? അതിപ്പോഴും അവിടെ തന്നെ. അതാ ഗുണം വരാത്തത്. അതുകൊണ്ട് ഇനി മേലെ എടുത്തു വെക്കുകയാണെങ്കിൽ 2 കാലം കൂടി ഒരുമിച്ച് ചാടി അങ്ങോട്ടിരുന്ന് വെക്കണം, ഒരു കാല് മാത്രമായിട്ട് വെക്കരുത്. ഇവനോട് പറഞ്ഞ അതാണ്. ഇനി എന്തോ വീട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞായിരുന്നു, അതൊരു മർമ്മമാ, പൊട്ടിച്ചിട്ട് വേണം നിർത്താൻ. യെശയ്യാ പ്രവചനം 14, 17, 18 വായിച്ച്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ ലൂസിഫർ പറയുന്ന കാര്യമാണ് കേട്ടോ. അതിൻ്റെ 16, 17, 18 വായിച്ച്. നിന്നെ കാണുന്നവർ അവിടെ മുതൽ മതി. രാജ്യങ്ങളെ കുലുക്കുകയും, മൈക്കില്ലാത്തതുകൊണ്ട് കൊച്ചു വായിക്ക് ഞാൻ പറയാം, രാജ്യങ്ങളെ കുലുക്കുകയും, ലൂസിഫറിനെ കുറിച്ച് ഭൂതലത്തെ മരുഭൂമിയിലാക്കുകയും പട്ടണങ്ങളെ ഇടിച്ചു കളയുന്നു. അത് നോക്കിക്കൊള്ളാം. തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കും ചെയ്തവൻ ഇവനല്ലയോ? ശ്രദ്ധിച്ചോളൂ. നമ്മളിവിടെ നിന്ന് ഡ്രസ്സ് മാറി റോട്ടിൽ ചെന്ന് നിൽക്കുക ബസ് കയറാൻ. ഒരു തലവേദന വന്നു, യാത്ര ക്യാൻസൽ, വീട്ടിലോട്ട് വരും. വയറ് ഡിസോർഡറായി, യാത്ര ക്യാൻസൽ, വീട്ടിലോട്ട് വരും. ഏത് രോഗം വഴി വെച്ച് വന്നാലും യാത്ര ക്യാൻസൽ, വീട്ടിലോട്ടാ വരുന്നേ. മാനസിക രോഗി അങ്ങനല്ല. അവൻ വീട്ടിൻ്റെ ഇറയത്തോട്ടിരിക്കും, പിന്നെ മുറ്റത്തോട്ടിരിക്കും, പിന്നെ കയ്യാലപ്പുറത്ത് പുല്ല് പറിച്ചുകൊണ്ടിരിക്കും, പിന്നെ പെണ്ണുക്കര ഉപ്പും ചാക്കിൻ്റെ പുറത്ത് പോയിരിക്കും. നാട്ടുകാരെ പറയും മോൻ അവിടെ ഉണ്ടെന്ന്. അവനെപ്പോഴും നമ്മൾ തോർത്ത് കെട്ടുപൊട്ടിച്ചവൻ പുറത്തു പോകും. അങ്ങനെ ശവക്കോട്ടയിലാണ് കിടപ്പ്. മനസ്സിലായോ? ഏത് രോഗം വന്നാലും വീട്ടിലോട്ട് വരും. ഈ രോഗം വന്നാൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകും. ആരാ കൊണ്ടുപോകുന്നേ? 6000 ഭൂതങ്ങൾ താമസിക്കുന്ന കോളനിയാണത്. എന്നിട്ട് 6000 ഭൂതങ്ങൾ പറയുകയാണ്, ഇവൻ്റെ കെട്ടാരും പൊട്ടിക്കത്തില്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു വീടില്ല, ഫ്ലാറ്റിൻ്റെ സമുച്ചയമല്ലേ, ഇപ്പം ഫ്ലാറ്റല്ലേ, 6000 പേര് താമസിക്കുന്ന വലിയ ഫ്ലാറ്റിൻ്റെ സമുച്ചയമാണ് ഇവൻ്റെ ഹൃദയം.
യേശു പറയാണ്, എടാ മോനെ, നിന്നെ വീട്ടിലോട്ട് വിടത്തില്ലെന്ന് 12 വർഷമായി ഒരുവന് വാദിക്കുകയാണ്. നിന്നെ വീട്ടിലോട്ട് വിടത്തില്ല. തൻ്റെ ബദ്ധന്മാരെ വീട്ടിലോട്ട് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ലൂസിഫറാണ്. യേശു പറയുകയാണ്, ഞാൻ നിന്റെ കെട്ട് പൊട്ടിച്ചല്ലോ. എപ്പോഴാ പൊട്ടിച്ചേ? വായിച്ചേ 5:8, മർക്കോസ് 5:8 വായിക്കുക. വേഗം വായിച്ചു. കണ്ടോ? അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാന്ന് യേശു കൽപ്പിച്ചു എന്നല്ല, പിന്നെന്താ? കൽപ്പിച്ചിരുന്നു. അത് ഭൂതകാലമാണ്. എപ്പോൾ കൽപ്പിച്ചു? 5:1 മുതൽ 7 വരെ കൽപ്പിച്ചിട്ടേ ഇല്ല. പിന്നെ എപ്പോഴാ കൽപ്പിച്ചെന്നറിയാമോ? 4:38. അത് വായിക്ക്. ആ ആ അടുത്ത വാക്യം. ആ ആ ആ മതി. ഇനി ബൈബിൾ അടച്ചു, ഇനി വായിപ്പിക്കുന്നില്ല. യേശു ഇങ്ങനെ പടകി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം യേശു ഉറങ്ങിയപ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു ഇളം കാറ്റ് ഇവനെ തഴുകി നേരെ ഗദരദേശത്തെത്തി. ഈ ഇളം കാറ്റെന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന സാധനം എന്തുവാ? പകർന്ന തൈലം പോലെയുള്ള നാമമാണ്. ഈ സുഗന്ധം നേരെ അവിടെ എത്തിയപ്പം ദുർഗന്ധം മാത്രം വമിച്ചു കിടക്കുന്ന ഭൂതങ്ങളുടെ മൂക്കിനകത്തൊരു അടിച്ചു കയറി. അവർ ചോദിച്ചു, ഈ ദുർഗന്ധം വമിച്ച നാട്ടിലോട്ട് ആര് സുഗന്ധപൂരിതമായിട്ട് ഒരുവൻ വരുന്നു? നോക്കിയപ്പോൾ യേശു വരുന്നു, 12 ശിഷ്യന്മാരും. അവർക്ക് മനസ്സിലായി, യേശു ഇവിടെ കാലുകുത്തിയാൽ ഞങ്ങൾ മൂക്കും കുത്തി കടലിൽ പോകണം. ഇവനെ എങ്ങനെ ഇവിടെ വരുത്താതിരിക്കാം? ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശിഷ്യന്മാർ ഉറങ്ങുന്നു. ശിഷ്യന്മാർ വർത്താനം പറയുന്നു, യേശു ഉറങ്ങുന്നു. തക്കം നോക്കി അടി ഇളകുമാർ അലകൾ ഇളക്കിക്കൊണ്ട് ആഞ്ഞാഞ്ഞടിക്കുന്ന പ്രചണ്ഡവാതകം പോലെ പടകം മറിച്ചിടാൻ കാറ്റ് വരികയാണ്. കാറ്റ് വന്നപ്പോൾ ഇവര് മസിൽ പവറും മണി പവറും ഒക്കെ ഉപയോഗിച്ചു. രക്ഷയില്ലെന്ന് മനസ്സിലായി. അവർ വിളിച്ചു, യേശുവേ, ഞങ്ങളെ രക്ഷിക്കണം. വാസ്തവത്തിൽ യേശുവിനെ വിളിക്കാൻ പറ്റിയ സ്വരം തിരമാലകളാണ്. രണ്ടും ഒരുപോലത്തെ ശബ്ദമാണ്. യേശുവിൻ്റെ ശബ്ദവും തിരമാല ശബ്ദം. പക്ഷേ യേശു എഴുന്നേറ്റില്ല. ഇവർ ഒരു മനസ്സോടെ വിളിച്ചപ്പോൾ യേശു ചാടി എഴുന്നേറ്റു. രാത്രി ദൂതുണ്ട്, നിങ്ങൾ ഒരു മനസ്സോടെ വിളിച്ചാൽ യേശു എഴുന്നേക്കും. അതൊക്കെ പോകട്ടെ, എന്നിട്ട് കേട്ടോളണം. നിങ്ങൾ എന്നറിയാമോ? യേശു എഴുന്നേറ്റപ്പോൾ 2 ഡയലോഗ്. ഒന്ന് കടലിനോട് മാനുഷിക ഭാവത്തിൽ, 2 കാറ്റിനോട് ദൈവിക ഭാവത്തിൽ. 2 സ്റ്റൈലാണ്. ഒന്ന് കടലിനോട്, എന്താണ് കിടന്നിങ്ങനെ ചുമ്മാന്നോളം വിട്ടുന്നത്. ഞാൻ 10,000 പേർക്ക് ചാപ്പാടൊക്കെ കൊടുത്തിട്ട് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ അക്കരെയുള്ള ഭൂതത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് വരാൻ പറഞ്ഞ് പടയിൽ കയറി ഒന്ന് മയങ്ങി. ഇപ്പം അമ്മ തൊട്ടിൽ താരാട്ടപ്പാട്ട് പാടുന്നൊരു ശാന്തമായിട്ടൊക്കെ ഇളകിയാ പോരെ. കടൽ പറഞ്ഞു, ഞങ്ങളല്ല. പിന്നെ ആരാണ്? ഞങ്ങളുടെ അടി ഇളകുമാറൊക്കെ ഇങ്ങനെ കാറ്റ് വന്ന പിന്നെ ഞങ്ങൾക്ക് ഇളകാതിരിക്കാൻ പറ്റുമോ? ആരാ? എൻ്റെ ഉറക്കത്തിന് ഭംഗം വരുത്തുന്ന ആ ശക്തി ഏതാ? അങ്ങ് നോക്കാൻ പറഞ്ഞു. അവൻ്റെ ആത്മീക കണ്ണു തുറന്ന് വീശിയടിക്കുന്ന വിശറൻ കാറ്റിന്റെ പിറകിലുള്ള ശക്തി കാണാൻ നോക്കിയപ്പം 6000 ഭൂതങ്ങൾ ഇരിച്ചുകൊണ്ട് നിൽക്കുന്നു കാറ്റിന്റെ പിറകിൽ. ഉടനെ അടുത്ത വാക്ക് ശാസിച്ചു. നമ്മളെപ്പോഴാ ശാസിക്കുന്നേ? നമ്മൾ നമ്മെ കാണുമ്പോഴാണോ ഇതിനെ ശാസിക്കുന്നു? അങ്ങനെ പറയാണോ? അങ്ങനെയാണോ? എപ്പോഴാ ശാസിക്കുന്നേ? പിശാചിന്റെ കെട്ട് കാണുമ്പോഴാ ശാസിക്കുന്നേ. കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞിട്ട് ഇളക്കിക്കൊണ്ടുവന്ന കാറ്റിനെ കണ്ടപ്പോൾ ശാസിച്ചു. മനസ്സിലാക്കിക്കോ, യേശു കടലിൽ ശാസിച്ച സെക്കൻഡിൽ കരയിൽ കെട്ടുപൊട്ടി. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശു കാലുകുത്തിയപ്പം മൂക്കും കുത്തി വീണച്ചു പറഞ്ഞു, സമയത്തിന് മുൻപേ ദണ്ഡിപ്പിക്കരുതെന്ന്. ദൂത കൈമാറാം. ഇന്ന് രാത്രി ഞാനല്ല പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്, ശ്രോതാക്കളാണ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്. കാരണം ഈ രാത്രിയിൽ ഈ പന്തലിനകത്തിരുന്നു കൊണ്ട് കമാൻഡിങ് പവറിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ 10 കിലോമീറ്റർ സറൗണ്ടിൽ ഇതുവരെ വിട്ടുതരാത്ത ചില മേഖലകളിൽ കെട്ടടിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണെന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. യോഗം പ്രസംഗം തീർന്നിട്ടില്ല. 5 മിനിറ്റ് നിന്നുകൊണ്ട് എഴുന്നേക്കാം. ചാടി എഴുന്നേക്കുന്നേ. പാട്ടുകാരൊക്കെ മുന്നോട്ട് വന്നൊക്കെ റെഡിയാക്കിക്കോ. പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ദിവസം പാടിക്കോളും. ശ്രദ്ധിച്ചോളാം, ഈ സമയങ്ങൾ പിറകോട്ട് നോക്കാനുള്ള സമയമല്ല കേട്ടോ. ബൈക്കിന്റെ താക്കോൽ തപ്പാനുള്ള സമയമല്ല. വീട്ടിൽ പോയി നേരത്തെ കാപ്പി തിളപ്പിക്കാനുള്ള സമയമല്ല. ഇങ്ങോട്ട് ഇതൊരു ക്ലൈമാക്സാ അല്ല അച്ഛാ? ഒരെണ്ണം അനങ്ങരുത്. മറിച്ച് ഇന്ന് രാത്രിയിൽ
യേശു കടലിൽ ശാസിച്ചപ്പോ കരയിലെ കെട്ടുപൊട്ടി. ആ യേശു ഇവനോട് പറയുകയാണ്, എടാ കൊച്ചനെ, നീ എന്റെ കൂടെ വരണ്ട. 12 വർഷമായി തന്നെ വീട്ടിനകത്തോട്ട് കയറ്റത്തിൽ നിന്ന് വാദിച്ചു നിന്നവന്റെ കെട്ട് ഞാനിവിടെ വരും മുൻപേ പൊട്ടിച്ചു മാറ്റി. നീ കേറ്, വീട്ടിൽ കേറ്. തടയുന്നവൻ ആരാണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നല്ലേ അതിന്റെ അർത്ഥം. എന്റെ കുഞ്ഞിന് സുഖമില്ല. യേശു പറഞ്ഞു, പൊക്കോ, നിന്റെ മകൻ സുഖമാകും. അവൻ പോയപ്പോൾ ദാസൻ വന്നു പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു ചോദിച്ചു, എപ്പോൾ? ഇന്നലെ 7 മണിക്ക്. ഇന്നലെ 7 മണിക്കാണ് യേശു പറഞ്ഞത് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നെന്ന്. ഇന്ന് രാത്രി പന്തലിനകത്തിരുന്നു കൊണ്ട് തേജസ്സിന്റെ സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കിയ കുരുട്ട് കണ്ണുകൾ ഇതിനകത്ത് കരമടിക്കുമ്പോൾ ചലിപ്പിക്കുന്ന മേഖല ചലിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഒരല്പസമയം ദൈവത്തെ ആരാധിക്കട്ടെ ദൈവജനം. കേട്ടോ, 4ാം ക്ലാസ്സിൽ പഠിച്ച അച്ചായന് മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം എല്ലാം അറിയാം. 140 നിയമസഭാ മണ്ഡലത്തിലെ MLA-മാരുടെ പേരറിയാം, ഇടതുപക്ഷത്തിന്റെ പേരറിയാം, മലവരുടെ പേരറിയാം, 1ാം ലോക മഹായുദ്ധം അറിയാം, ട്രംപിനെ അറിയാം, കസ്തൂരി രംഗൻ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അറിയാം. എല്ലാം 4ാം ക്ലാസ്സിൽ പഠിച്ച ചെങ്ങന്നൂർക്കാർക്ക് അറിയാമെന്നേ. എന്തുമാത്രം അറിയില്ല? സുവിശേഷം മാത്രം അറിയില്ല, സ്വർഗത്തെ കുറിച്ച് അറിയില്ല, യേശുവിനെ കുറിച്ച് അറിയില്ല. അച്ഛാ, നിങ്ങളല്ല കുഴപ്പം, നിങ്ങളുടെ വിദ്യാഭ്യാസമല്ല കുഴപ്പം. മറിച്ച് ഇത് പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം നിങ്ങളുടെ കുരുട്ട് കണ്ണുകൾ, ഹൃദയത്തെ വശീകരിച്ചു വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ കെട്ടാണ് പൊട്ടേണ്ടത്. പന്തലിനകത്തല്ല കെട്ട് പൊട്ടേണ്ടത്. ദേശത്തെ അടക്കി ഭരിക്കുന്ന അന്ധകാര ബന്ധനങ്ങൾക്കുമേൽ ഇന്ന് രാത്രിയിൽ ജയമെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും കൃപയുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഈ രാത്രി വിട്ടുതരിക.